അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ബാക്കി പാട്ടിലോട്ടാണ് നമ്മൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്നാൽ ഇന്ന് ഞാൻ തുടക്കത്തിലെ ഒരു ചെറിയൊരു ഇല്ലുസ്ട്രേഷനിലൂടെ ആ ഒരു കാര്യത്തിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവർക്ക് ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഇമേജ് കാണുവാൻ സാധിക്കും. ഒരു ഫോറസ്റ്റിൻ്റെ ഇമേജ് കാണുവാൻ സാധിക്കും. ആ ഫോറസ്റ്റിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മളാണ് ആ ഫോറസ്റ്റിൻ്റെ അകത്ത് നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. എല്ലാവരും ഫോറസ്റ്റിൻ്റെ അകത്ത് റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒരു തംസപ്പ് ഒക്കെ ഒന്ന് കാണിച്ച് അമ്മേൻസോറിൽ ചെന്ന് ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് നമ്മളൊരു ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുവാണ്. ആ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നു. നമ്മുടെ GPS കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തു. പക്ഷേ നമ്മൾ ചിന്തിക്കുക, ഈ കാടിനകത്ത് എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വഴി തെറ്റിപ്പോയി. അപ്പോൾ എന്നായിരിക്കും നമ്മുടെ ഉത്തരം? കാടിനകത്ത് നമുക്ക് GPS ഉണ്ട്, നമ്മുടെ കയ്യിൽ എല്ലാ സാമഗ്രികളുണ്ട്, ഭക്ഷണമുണ്ട്, വാട്ടറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ട് വഴി തെറ്റിപ്പോയി. എന്തുമായിരിക്കും പ്രിയമുള്ളവരെ നമ്മൾ ആ സാഹചര്യത്തിൽ ചെയ്യുക? ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ഫോറസ്റ്റിൻ്റെ അകത്ത് വഴി തെറ്റിപ്പോയി, വഴി അറിയത്തില്ല, മുന്നോട്ട് പോകാനുള്ള ഡയറക്ഷൻ ഇല്ല, യാതൊരു മാർഗവും ഇല്ല. അപ്പോൾ എന്തുമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഒന്ന് തുറന്ന് പറയാൻ പറ്റുമോ പ്രിയമുള്ളവർക്ക്? ഇത് ഞാൻ ആ കണ്ടിന്യൂഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഫോറസ്റ്റിൽ പോയിട്ടുള്ള പ്രിയമുള്ളവരൊന്ന് കരം ഉയർത്താമോ? ഫോറസ്റ്റിൽ നമ്മളൊക്കെ പറഞ്ഞാടെ എന്തോ ഫിയർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, അത് ഡയറക്ഷൻ അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഒരു ഡയറക്ഷൻ കിട്ടാതെ നമ്മളൊരു ഭയങ്കര ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. മറ്റെന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? മറ്റെന്തെങ്കിലും ഉത്തരവുണ്ടോ? എലിസബത്ത് ആൻറ്റി സംസാരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വോയിസ് പുറത്തോട്ട് വരുന്നില്ല. അൺമ്യൂട്ട്. മറ്റാരെങ്കിലും പറയുന്നത്? പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്, അല്ലേ? പക്ഷേ നമ്മുടെയൊക്കെ ഒരു ഉത്തരം അത് തന്നെ. ഞാൻ ആ ഒരു കാര്യത്തെ ഇന്നത്തെ നമ്മുടെ എഫേസ്യ ലേഖനത്തിൻ്റെ ബാക്കി ഭാഗമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിനകത്ത് ആ ഒരു മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എന്ത് ചെയ്യും? ഒന്ന് വല്ലാതെ ഇങ്ങനെ ആദ്യത്തെ ഇമേജിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, താനിങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ ഇരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ചുറ്റുപാടും വന്യമൃഗങ്ങളുടെ ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. പക്ഷേ ആ സമയത്ത് ഒരു വ്യക്തി അങ്ങോട്ടേക്ക് കടന്നു വന്ന് പറയുക, കാട്ടുവാസി എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടല്ല, അതിൻ്റെ അകത്ത് ചുറ്റുപാട് താമസിക്കുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് അദ്ദേഹം പറയുവാണ്, ഞാൻ എന്ത് ചെയ്യാം? വഴി കാട്ടിത്തരാം. ആ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തെ ഞാൻ ഇങ്ങനെയൊന്ന് കണക്ട് ചെയ്ത് വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. നമ്മൾ ഒരു സാഹചര്യം വരെ ഇതുപോലെ ആ ഫോറസ്റ്റിൻ്റെ അകത്ത് നഷ്ടപ്പെട്ട ആളുകളായിരുന്നു. നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ആ ഫോറസ്റ്റിൻ്റെ അകത്ത് നമുക്ക് പോയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ എന്താണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അടുത്ത കാര്യം എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തില്ല, അല്ലേ? നമുക്കും ചില പ്രത്യേകമായ മേഖലകളുടെ ഉള്ളിൽ നമുക്കറിയത്തില്ല അടുത്തത് എങ്ങനെയാണ്, അടുത്തത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് സിഗ്നൽ ഇല്ല, നമ്മുടെ മാപ്പില്ല. ആ മാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വഴി അതിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പ്രിയമുള്ളവരെ, പണ്ട് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കടന്നു വന്ന സമയത്ത് ഏതെങ്കിലും മാപ്പ് ഉണ്ടായിട്ടാണോ അവർ കടന്നു വന്നത്? ഏതെങ്കിലും GPS ഉണ്ടായിട്ടാണോ അവർ കടന്നു വന്നത്? അല്ല ഇന്നത്തെ പോലെ ലൈവ് ലൊക്കേഷൻ ഉണ്ടായിട്ടാണോ അവർ കടന്നു വന്നത്? അല്ല, ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? അവർക്ക് വേണ്ടതായിട്ടുള്ള വഴികളെ തുറന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയങ്ങളോട് ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ. നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ ഫോറസ്റ്റിൻ്റെ അകത്ത് അകപ്പെട്ടതുപോലെ ആയിരുന്നു കേട്ടോ. ആ ഫോറസ്റ്റിൻ്റെ അകത്ത് നമ്മൾ വല്ലാതെ തകർന്നു പോയിരുന്നു കേട്ടോ. പക്ഷേ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ അകത്തോട്ട് ആര് കടന്നു വന്നു? ഫോറസ്റ്റ് എന്ന് കാണിക്കുന്നത് നമ്മൾ നമുക്ക് ഡയറക്ഷൻ കിട്ടാതിരിക്കുന്ന ഒരു മേഖലയുടെ അകത്തോട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും, ആ കർത്താവ് എന്നെയും കൂടെ തേടി ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് വന്നു? അദ്ദേഹത്തിന് അവിടെ കടന്നു വരേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ തേടി ആ കർത്താവ് ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് വന്നു. എന്നിട്ട് പറയുക, അവിടെ പറയുന്നത് റെസ്ക്യൂഡ് ബൈ ലവ്. എന്നിട്ട് എന്ത് ചെയ്തു? നമുക്കൊരു സ്നേഹം തന്ന് നമ്മളെ വീണ്ടെടുത്തിട്ട് നമ്മളെ ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോയി. എത്ര മനോഹരമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിങ്ങനെ വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെ ഞാൻ പുതിയ നിയമത്തിൽ ഒരു ഭാഗം കൂടി ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു മുടിയൻ പുത്രൻ എന്ന് പറയുന്ന ഒരു പുത്രനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? നമ്മളെല്ലാവരും അദ്ദേഹം മാനസാന്തരപ്പെട്ടാലും പുള്ളി എന്നാന്ന് പറയുമോ? മാനസാന്തരപ്പെട്ടാലും പുള്ളിയെ നമ്മളെ മുടിയൻ പുത്രൻ എന്ന് പറയുമോ? അല്ലേ? നമ്മളൊക്കെ മാനസാന്തരപ്പെട്ടാലും നമ്മുടെ ചില വിഷയങ്ങളിൽ നമ്മൾ എന്നാ പറയുക? മുടിയൻ പുത്രൻ, അല്ലേ? ആ പേര് മാറത്തില്ല, ചില പേരുകൾ മാറത്തില്ല. അവൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരൊരു പ്രത്യേകമായ സാഹചര്യത്തിനകത്ത് മനസ്സിലാക്കുക, പന്നിയുടെ വാള എങ്കിലും കഴിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലൊരു സുബോധം വരിക. അവിടെ ഒരു വാക്ക് പറയുക, അവന് സുബോധം വന്നിട്ട്
അവൻ ആഗ്രഹിക്കുക അപ്പൻ്റെ ഭവനത്തിലോട്ട് ഒന്ന് പോകാൻ പറ്റണം. എന്നിട്ട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, അപ്പൻ്റെ ഭവനത്തിൽ പോയിട്ട് ഞാൻ അപ്പനോട് പറയും, അപ്പ ഞാൻ അപ്പനോടും സ്വർഗത്തോടും പാപം ചെയ്തു. അപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഇവിടെ നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അപ്പനോടല്ലേ പാപം ചെയ്തേ, അപ്പനോടല്ലേ പാപം ചെയ്തേ, പക്ഷെ സ്വർഗത്തോട് പാപം ചെയ്തു എന്ന് പറയാൻ കാരണം എന്തുവാ? അതിന് ഉത്തരം എന്നാണെന്നറിയാമോ? സ്വർഗത്തോട് പാപം ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി പ്രവർത്തിച്ചപ്പോൾ അത് സ്വർഗത്തിന് വിപരീതമായിട്ടുള്ള തലമാണെന്ന് അവൻ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ അമ്മേൻ പറഞ്ഞാൽ അവൻ വല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവൻ പറയുക, അപ്പ തെറ്റിപ്പോയി കേട്ടോ. ഇന്ന് പകൽക്കാലം നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒന്ന് പറയാൻ പറ്റും, കർത്താവേ അമ്മേൻ ചില സമയത്ത് ആ ഫോറസ്റ്റിൻ്റെ അകത്ത് ഞങ്ങൾ തെറ്റിപ്പോയി, ചില സമയത്ത് ഡയറക്ഷൻ കിട്ടാതെ ഞങ്ങൾ വഴി തെറ്റിപ്പോയി, ചില സമയത്ത് ഞങ്ങൾ അമ്മേൻ പറഞ്ഞാൽ ആ ഒരു തലത്തിലൂടെ വല്ലാതെ കടന്നുപോയി. പക്ഷേ അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ തേടി വന്ന് അമേൻ സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ ആ ഭവനത്തിലോട്ട് കൊണ്ടുവന്ന്. എത്ര പേർക്ക് പറയാൻ പറ്റും നമ്മൾ ഇന്ന് ഭവനത്തിലാകട്ടോ? അമേൻ സ്തോത്രം ചെയ്യുന്ന ഭവനത്തിൻ്റെ അകത്ത്, ഫോറസ്റ്റിൻ്റെ അകത്ത് ഇരിക്കുന്നവരെ പോലെ ഇരിക്കരുത് കേട്ടോ. ഫോറസ്റ്റിൻ്റെ അകത്തിരിക്കും എന്തുണ്ട്? ഭയമുണ്ട്. പക്ഷേ ഇവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം നമ്മളെ കണ്ടെത്തി. എത്ര പേർക്ക് പറയാൻ പറ്റും യേശു കർത്താവ് എന്നെ കണ്ടെത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നതെന്ന്? യേശു കർത്താവ് എന്നെ തേടി വന്നത് കൊണ്ടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് തേടി വരേണ്ട യാതൊരു സാഹചര്യവുമില്ല, യാതൊരു കാര്യവുമില്ല. പക്ഷെ അദ്ദേഹം നമ്മളെ കണ്ടെത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതിനുശേഷമായിട്ട് നമ്മളെ എന്ത് ചെയ്തു? വിടുവിച്ചു അല്ലേ? എത്രയോ മേഖലകളുടെ അകത്ത് നമ്മൾ പുറത്തു വരത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്, ഇനി എൻ്റെ ജീവിതം അവസാനിച്ചു, ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. എത്രയോ തവണ നമ്മൾ ചില ക്രൂഷ്യലായിട്ടുള്ള ടേണിംഗ് പോയിന്റിനകത്ത് പറഞ്ഞൊരു വാക്കല്ലേ, എൻ്റെ ജീവിതം അവസാനിച്ചു, ഇനി എങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ ഇന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടൊന്ന് പറയാൻ പറ്റൂ, കർത്താവെ അങ്ങനെ ഞാൻ കടന്നുപോയി എങ്കിലും കർത്താവ് എന്നെ വിടുവിച്ചുവല്ലോ. അമേൻ പറഞ്ഞു. ഭക്തന്മാരായ ഈ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുമെന്നേ. അമേൻ സ്വന്തം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചു എന്നേ. അമേൻ ഇന്ന് പറയാൻ പറ്റുമോ? അമേൻ നാളുകളെ കുറിച്ച് ഞാൻ വല്ലാതെ ഭാരപ്പെടുമ്പോൾ എൻ്റെ ദൈവം എന്നെ വിടുവിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ആ ഒരു കാര്യം പ്രാഗൽഭ്യത്തോടെ പറയുവാൻ സാധിക്കും? ആ കാട്ടിനകത്ത് നിന്ന് നമ്മളെ തേടി വന്നു കേട്ടോ. അവിടെ കാട്ടുചെന്നായ്ക്കൾ ഉണ്ടായിരുന്നു, വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു. പത്രോസ് മറ്റൊരു സ്ഥലത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അലറുന്ന സിംഹം പോലെ പിശാച് നമ്മളെ തേടി വന്നതാ. ആ സിംഹത്തിന്റെ പ്രത്യേകത കൂടെ ഇവിടെ ഒന്ന് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തോ അറിയാമോ പ്രിയമുള്ളവരെ, സിംഹം മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ സിംഹം മറ്റുള്ള മൃഗങ്ങൾ ഓടിച്ചിട്ട് പിടിക്കുമ്പോൾ സിംഹം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം അലറും. അലറിയതിന് ശേഷമായിട്ട് ആ ഒച്ച നിമിത്തമായിട്ട് ചിലയിടത്ത് സ്റ്റക്കായി പോകും. എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റക്കായി പോകുമ്പോൾ ചെയ്യുന്നു ഇതിൻ്റെ അടി പതറും. അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചില ഭയങ്ങൾ അങ്ങനെ കിടക്കത്തല്ലേ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ചില ഭയങ്ങൾ ഇന്ന് കിടക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടുകയോ കേട്ടോ. കർത്താവ് അതിൽ നിന്ന് നമ്മളെ റെസ്ക്യൂ ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയാ. ആ ദൈവം ഇന്നും വിടുവിക്കുവാൻ അലറുന്ന സിംഹം ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എഫേസ്യ ലേഖനം നമ്മളുടെ 6-ാം അധ്യായത്തിൽ അത് വളരെ ഡീപ്പായിട്ട് നമ്മൾ സംസാരിക്കും. നമുക്കൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടത്, ആ പോരാട്ടം നമ്മുടെ പാസ്റ്റേഴ്സിനോടല്ല, ആ പോരാട്ടം നമ്മുടെ ബന്ധുമിത്രാദികളോടല്ല, ആ പോരാട്ടം നമ്മുടെ പ്രിയമുള്ളവരോടല്ല, ആ പോരാട്ടം ഈ ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളോടാകുന്നുവെങ്കിൽ ഈ സമയത്ത് അതിനെതിരെയായിട്ട് നമുക്കൊരു ചിന്ത ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ ഒരു ചിന്ത എന്താണെന്നറിയാമോ? നമ്മൾ പിശാചിന് വലിയൊരു പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ പറയുക, പുള്ളിക്കാരൻ എന്നെ ഇപ്പോൾ തട്ടിക്കളയും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അവനേക്കാൾ വലിയവനായ ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ വീണ്ടെടുത്തത്. ആ ബോധ്യത്തോട് കൂടിയിട്ട് ആയിരിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. 1, അദ്ദേഹം നമ്മളെ കണ്ടെത്തി. 2, അദ്ദേഹം നമ്മളെ റെസ്ക്യൂ ചെയ്തു. 3, അദ്ദേഹം എന്ത് ചെയ്തു? ഭവനത്തിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷമായിട്ട് നമുക്കൊരു വീട് ഒരുക്കി. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ വീട്ടിലോട്ട് പോകാൻ? എത്ര പേര് ചെയ്യുന്നു ഇന്ന് ഈ ലോകത്തിൽ ചെയ്യുന്നു വീടുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു ഒരു വാടകയ്ക്ക് ഒരു വീട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആ ഒരു കാര്യം അത് ഓക്കെ ആയ സമയത്ത് ഞാൻ സന്തോഷിച്ചൊരു കാര്യമുണ്ട്. കർത്താവെ ഒരു വീട് ഞങ്ങളുടെ വീട് കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പോൾ വഴി സൗകര്യം ഇല്ലാത്തൊരു മേഖലയിലാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത്. അപ്പോൾ അമ്മ കഴിഞ്ഞ ഒരു 8 മാസം മുമ്പ് ഇങ്ങനെ താൻ ചെറുതായിട്ടൊന്ന് വീട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനിങ്ങനെ ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് വൈകുന്നേരം ആയ സമയത്ത് ഭയങ്കര ഭാരത്തോടെ ഇരിക്കുക. അമ്മേൻ വീടിൻ്റെ കാര്യമൊക്കെ ഏകദേശം ഓക്കെ ആയി, പക്ഷേ അത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മാറുമെന്ന് പറഞ്ഞ ഡേറ്റ് മാറിയില്ല. പക്ഷേ ആ ഒരു വീട് കഴിഞ്ഞ ദിവസം പോയിട്ട് നമ്മൾ ആ ഒരു കാര്യം കണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എന്തിനാ ഇല്ലുസ്ട്രേഷൻ പറഞ്ഞതെന്നറിയാമോ? നമുക്കൊരു വീടുണ്ട് കേട്ടോ. ഈ ഭൂമിയിലെ വീടല്ല, അവിടെ നിത്യമായ ഒരു വീടുണ്ട്. ആ വീട്ടിലോട് എത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ചെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ടോ? ദൂതഗണങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇന്നൊരു കാര്യം കൂടെ അതിൽ കൂടെ പറയട്ടെ. നമ്മൾ
നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, നമ്മൾ തകർന്നിട്ടുണ്ടാകും. പക്ഷേ അമേൻ പറഞ്ഞത് ഈ പട ജയിച്ച് അവൻ വരുന്ന ആ സൈന്യാധിപനെ സംബന്ധിച്ചിടത്തോളം അവന് കൊടുക്കുന്ന ഒരു അവൻ സല്യൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അമേൻ പറഞ്ഞത് അവന് വിജയിച്ചു വരുമ്പോൾ അവൻ്റെ ഒരു വിക്ടറി പരേഡ് ഉണ്ട്. ആ വിക്ടറി പരേഡിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അവൻ ചിലതിനെ തോൽപ്പിച്ചത് നിമിത്തമായിട്ട് അവൻ ജനം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിന്റെ മധ്യേ രാജാവ് അവനെ അഭിനന്ദിക്കുന്ന, രാജാവ് അവരെ അമേൻ സ്തോത്രം ചെയ്യുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു തലമുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അന്ന് അവിടെ അമേൻ ആ ഭവനത്തിന്റെ മുന്നിൽ നമുക്കൊരു പരേഡ് കിട്ടുന്നത്, നമുക്ക് അമേൻ സ്തോത്രം ചെയ്യുന്ന അത്തരത്തിൽ ദൈവം നമ്മളെ അഭിനന്ദിക്കുന്നത് പറയാൻ പറ്റുന്നുണ്ടോ? അമേൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അമേൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഹൃദയത്തിനകത്ത് പറയണം, ഞാൻ വീണ്ടെടുക്കപ്പെട്ടതാ, ഞാൻ തള്ളപ്പെട്ടതല്ല. അമേൻ പറഞ്ഞത് എന്നെ ദൈവം ഒരു ഭവനത്തിലാക്കിയേക്കുക. എത്ര പേർക്ക് പറയാൻ പറ്റും? ഹൃദയത്തിൽ അമ്മ നെഞ്ചത്ത് കൈവച്ചെന്ന് പറയാൻ പറ്റും, കർത്താവേ എന്നെ വീണ്ടെടുത്തതിന് നന്ദി. എൻ്റെ കഴിവ് കൊണ്ടല്ലല്ലോ കർത്താവേ, പലപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടു പോയതാ, പലപ്പോഴും ഞാൻ തകർന്നു പോയതാ, പലപ്പോഴും ഞാൻ ഭാരപ്പെട്ടു പോയതാ, പലപ്പോഴും എനിക്ക് ഡയറക്ഷൻ കിട്ടാതെ പോയതാ, പലപ്പോഴും എൻ്റെ സിഗ്നലുകളൊക്കെ ലോസ്റ്റ് ആയി പോയതാ. അല്ലേ? ചില സമയത്തൊക്കെ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ സിഗ്നലൊക്കെ ലോസ്റ്റ് ആയി പോയിട്ടുണ്ടാകും കേട്ടോ. സാരമില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, കുറ്റബോധത്തിൽ ഇന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കരുത്. അമ്മ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ വീട് പോയിട്ടുണ്ടാകും, ഒരുപക്ഷെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ വീട് പോയിട്ടുണ്ടാകും. പക്ഷേ ആ മുടിയൻ പുത്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊരു അപ്പനുണ്ട് കേട്ടോ. അമേൻ നമുക്കെല്ലാം ഒരു അപ്പനുണ്ട്. ആ അപ്പൻ എന്ന് പറയുക അമേൻ പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അമേൻ സ്വന്തം ചെയ്യുന്നു. ഇനി 11ാമത്തെ വാക്യം തൊട്ടിട്ട് നമ്മൾ താഴോട്ടേക്ക് വായിച്ചു വരുന്ന സമയത്ത് അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? 11ാമത്തെ വാക്യം വായിക്കുകയാണ്. അമേൻ സ്വന്തം ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. പക്ഷെ ആ വാക്ക് അവൻ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ മനോഹരമാണ്. therefore remember എന്ന് പറയുന്ന ഒരു വാക്ക് കൊടുത്തിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ therefore എന്ന് പറയുന്ന അല്ലെങ്കിൽ റിമെമ്പർ എന്ന് പറയുന്ന വാക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്നറിയാമോ? അമേൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിന്ന് പ്രിയമുള്ളവരോട് ഞാൻ സംസാരിക്കട്ടെ. അമേൻസ് 11ാമത്തെ വാക്യത്തിൽ പറയുക റിമെമ്പർ, therefore remember എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പറ്റുമോ? നമ്മുടെ ഇന്നലകളെ നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ. അമേൻസ് നമ്മൾ ഇന്നലകളിൽ കടന്നു വന്ന് നമ്മുടെ സാഹചര്യത്തെ ഓർക്കണം പ്രിയമുള്ളവരെ. അമേൻസ് എത്രയോ സാഹചര്യത്തിനകത്ത് നമ്മൾ വീണ് പോകുമെന്ന് ചിന്തിച്ചപ്പോൾ, എത്രയോ സാഹചര്യത്തിനകത്ത് നമ്മൾ തകർന്നു പോകുമെന്ന് ചിന്തിച്ചപ്പോൾ ആ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നറിയാമോ? അമേൻസ് പറഞ്ഞു നമ്മുടെ പാസ്റ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? റിമെമ്പർ ചെയ്യണം കേട്ടോ. അമീൻസ് ഞാൻ എപ്പോഴും അതിനെ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, വന്ന വഴികളും തന്ന സ്നേഹവും നമ്മൾ എന്ത് ചെയ്യരുത്? മറന്ന് പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്, ദൈവം നമ്മളെ വീണ്ടെടുത്തതുകൊണ്ട് അവിടെ അമീൻസ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാണെന്നറിയാമോ? അമീൻസ് ആ വാക്യം ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി അത് കിട്ടും. therefore remember that formerly you who are Gentiles by birth, അവര് ജന്മന എന്തുമായിരുന്നു? ജാതികൾ ആയിരുന്നു. ജന്മന ജാതികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ എന്തുവാ വിളിച്ചത്? അതുകൊണ്ട് ആളുകൾ അവരെ വിളിച്ചത് നിങ്ങൾ പരിച്ഛേദന ഏൽക്കാത്തവർ എന്നായിരുന്നു. പക്ഷേ അതിനുശേഷമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അവർ ആ പരിച്ഛേദന ഏറ്റപ്പോൾ അവർ എന്ത് ചെയ്തു? പരിച്ഛേദന ഏറ്റവരായിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആ കാര്യത്തിൽ പറഞ്ഞാൽ അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? അവർ മുമ്പേ ജാതികളായിരുന്നു. അല്ലേ? അർത്തിമോസിൻ്റെ കാര്യം മറന്നു പോകല്ലേ? അവർ മുമ്പേ ആരായിരുന്നു? ജാതികളായിരുന്നു. എന്നാൽ അവരെ അതിൽ നിന്ന് ആര് വീണ്ടെടുത്തു? കർത്താവ് വീണ്ടെടുത്ത സമയത്ത് അവരുടെ അമേൻ സ്വന്തം ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ആത്മീക മർമ്മം എന്ന് പറഞ്ഞാൽ അവർ പരിച്ഛേദന കൊണ്ടല്ല വീണ്ടെടുത്തത്, അവർ ക്രിസ്തു നിമിത്തമായിട്ടാണ് വീണ്ടെടുത്തത്. എന്ന് പറഞ്ഞാൽ പുറമേയുള്ള പരിച്ഛേദനയല്ല, അകമേയുള്ള ആന്തരിക സമാധാനമാണ് ഒരു വ്യക്തിയെ ക്രിസ്തുവിലോട്ട് നയിപ്പിക്കുന്നത്. മനസ്സിലായോ? അമേൻ സ്വന്തം പുറമേ നമ്മൾ നോക്കുന്ന സമയത്ത് അമേൻ സ്വന്തം നല്ല ഡ്രസ്സ് നമുക്ക് ഇടാം, നമുക്ക് ക്ലീൻ ഷേവ് ചെയ്യാം, അമേൻ സ്വന്തം വൈറ്റ് ഡ്രസ്സ് ഇടാം, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവാത്മാവ് ഇടപെടുക. അവരുടെ ഹൃദയത്തിനകത്തൊരു രൂപാന്തരം വന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അമേൻ സ്വന്തം അവരെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം, നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നു. ആ പാസ്റ്റ് ലൈഫ് ഓർക്കുവാൻ പറഞ്ഞിട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുക. റിമെമ്പർ വേർ യു കെയിം ഫ്രം, എവിടെ നിന്നാണ് നിങ്ങൾ വന്നത് എന്ന് ഓർക്കണം. ഓർക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എവിടെ നിന്നാലോ വന്നേ? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, പണ്ടൊക്കെ അമ്മയുടെ സഹോദരൻ ചെയ്യുന്നു, ഈ ചാച്ചനൊക്കെ മരിച്ച സമയത്ത് ഞാൻ പറയുന്നൊരു കാര്യം, പല മീറ്റിങ്ങുകളിലും ഞാൻ പറയുന്നൊരു കാര്യം, ഞാനും പെങ്ങളും കൂടെ അമ്മയുടെ സഹോദരൻ ചില സമയത്ത് ഈ കടകളുടെ മുന്നിൽ ഇങ്ങനെ ബേക്കറി ഷോപ്പിന് മുന്നിൽ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അമ്മൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരൻ അമ്മയോട് അന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അമ്മയുടെ സഹോദരൻ ചെയ്യുന്നു, നമുക്കറിയാം അമ്മയോട് പറഞ്ഞാൽ ആള് അമ്മയുടെ സഹോദരൻ ചെയ്യുന്നു, അത് അമ്മയുടെ സഹോദരൻ വാങ്ങിത്തരും. പക്ഷേ അമ്മയുടെ അമ്മയുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഞാനും എൻ്റെ പെങ്ങളെ നോക്കി നിന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ ഇന്ന് ദൈവം അത്ഭുതകരമായിട്ട് നടത്തുമ്പോൾ അമ്മയുടെ ഒന്നുകൂടി ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, പണ്ട് നമ്മളിട്ട ഡ്രസ്സ് അല്ലല്ലോ പ്രിയമുള്ളവർ ഇന്ന് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്, പണ്ട് നമ്മളിട്ട ചെരുപ്പല്ലല്ലോ നമ്മൾ ഇന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ഓരോ പുതിയ അനുഭവങ്ങളെ ദൈവം നമുക്ക് നൽകുന്നുവെങ്കിൽ ഓർക്കണം കേട്ടോ, നമ്മുടെ പഴയ കാലങ്ങളെ, നമ്മുടെ കഴിഞ്ഞ അനുഭവങ്ങളെ. അമേൻ സ്വരം ചെയ്യുന്നു. അമേൻ എനിക്ക് എപ്പോഴും പറയുവാൻ സാധിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ ആ വീടിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത്, പണ്ട് അവൻ ചാച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് വീടിനകത്തുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവൻ നിലം ഇങ്ങനെ ചാണകത്തിൽ മെഴുകിയ ഒരു അവൻ വീടാണ്. അതിനകത്ത് അമേൻ സ്വരം ഞാനൊരു തമാശ രൂപേണ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ വീടിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ പാത്രം വെച്ചാൽ മതി, അതിലൊക്കെ എന്ത് ചെയ്യായിരുന്നു?
വെള്ളം ഇങ്ങനെ നിറയുമായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്ന് ദൈവം ഇന്ന് വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ അവൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എനിക്ക് ഒന്നേ പറയുവാൻ സാധിക്കുകയുള്ളൂ, ഞാൻ ആരായിരുന്നു എന്നൊരു ബോധ്യം എനിക്കുണ്ട്. നമ്മൾ ആരാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഒരു കാര്യം എനിക്ക് അവിടെ തുറന്ന് പറയേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഇന്ന് ആത്മീക ലോകത്തിനകത്ത് നമ്മൾ ആരാണ് എന്നൊരു ബോധ്യത്തിൽ പലരും മറന്നു പോകുമ്പോഴാണ് പലരും വീണു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ആയി എന്നൊരു ചിന്ത വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു എന്നൊരു ചിന്ത വരുമ്പോൾ, ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു പ്രത്യേകത അതായിരുന്നു കേട്ടോ. അവർ മിസ്രൈമിൽ നിന്ന് വന്ന സമയത്ത് അവർ ഇറച്ചി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അവർ ചെയ്യുന്നു അപ്പം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അവർക്ക് ദൈവം നല്ല പ്രൊവിഷൻസ് കൊടുത്ത സമയത്ത് അവർ മറന്നുപോയി ആ ദൈവം ആരാണ് എന്നൊരു കാര്യം. എൻ്റെ പ്രിയമുള്ളവരെ, ആത്മീക ലോകത്തിനകത്ത് ഇന്ന് നമുക്ക് ദൈവത്തോട് നന്ദി ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാകണം. മനസ്സിലായോ? ദൈവത്തോട് മാത്രമല്ല, മനുഷ്യനോടും നമുക്ക് എന്തുണ്ടാകണം? നന്ദി ഉണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുവാണ്, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, അല്ലേ? നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ആ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. നമ്മൾ നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്നാണ് വന്നത്, നാശകരമായ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. അവിടെ 11-ാമത്തെ വാക്യത്തിൽ പറയും, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. പക്ഷെ ഇപ്പം ജാതികളല്ല കേട്ടോ. ചെയ്യുന്നു നമ്മൾ പണ്ട് ജാതികളായിരുന്നു. ചെയ്യുന്നു പണ്ട് നശിച്ചവരായിരുന്നു, പണ്ട് മദ്യം ഉപയോഗിക്കുന്നവരായിരുന്നു, പണ്ട് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ വീണ്ടെടുത്തുവെങ്കിൽ ഈ പകൽക്കാലം അല്ലെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയണം, പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിന് നന്ദി അപ്പ. ആ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തിയത്. രണ്ടാമത്തെ കാര്യം, അതിന് പുറകിൽ ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട് കേട്ടോ. ചെയ്യുന്നു അതാ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത്. ആ കാടിനകത്ത് അകപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇനി പുറത്തോട്ട് വരാൻ പറ്റത്തില്ലെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം എങ്ങനെയാണ്? വന്യമൃഗങ്ങൾ എന്നെ കടിച്ചു കീറുമെന്ന്, അല്ലേ? എത്രയോ വന്യമൃഗങ്ങൾ, വന്യമൃഗം എന്ന് പറയുന്നത് അതിന് സിംബോളിക്കലായിട്ട് ഞാൻ പറയട്ടെ, എത്രയോ അവസ്ഥകൾ നമ്മളെ കടിച്ചു കീറുവാൻ വന്നതാ, അല്ലേ? എത്രയോ മേഖലകളകത്ത് നമ്മൾ തകരുമെന്ന് ചിന്തിച്ചതാ. പക്ഷെ പ്രിയമുള്ളവരെ, അതിൻ്റെ അകത്ത് ഇന്നും നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല കേട്ടോ, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ആ ഭാഗം ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പറയുക, ലീവ് ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹ്യൂമിലിറ്റി. നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കോട്ട, മേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആസ് അവർ ആറ്റിറ്റ്യൂഡ്. മേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആസ് അവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് അത് എപ്പോഴും പറഞ്ഞ് ചില കാര്യങ്ങൾ ഓർക്കുന്നതാകണം. ഞാൻ എപ്പോഴും ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്, ABC. ഞാനത് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ABC നമ്മൾ പണ്ട് കേട്ടിട്ടില്ല. A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ, C ഫോർ ക്യാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, അല്ലേ? പക്ഷെ അതിന് ഞാൻ കൊടുത്ത ഡെഫിനിഷൻ എന്നാന്ന് പറയുമ്പോൾ ABC. A എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും? അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കൂട്ടുവിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ആ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ഞാനത് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആറ്റിറ്റ്യൂഡ് ABCയുടെ ഫസ്റ്റ് ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ABC എന്ന മുകളിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഷോർട്ട് ഫോം നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ABC ഫസ്റ്റ് വൺ, ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. അത് നമുക്ക് ഫില്ല് ചെയ്യാം. മറ്റുള്ളവരുടെ സംസാരത്തിൽ, മറ്റുള്ളവരുടെ നോട്ടത്തിൽ, മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ നമുക്ക് എന്തുണ്ടാകണം? നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. ഞാൻ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു കാര്യം കൂടെ ചെറിയൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഒഡീഷയിലൂടെ പോയ സമയത്ത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ ഫുഡ് ഭയങ്കര മോശമാണ്, ഭയങ്കര പ്രശ്നമാണ്, കാര്യമൊക്കെ ശരിയോ. അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ട് ഞാൻ പോയില്ല. കേട്ടുപോയി എനിക്കറിയാം, എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചില സമയത്തൊക്കെ ആദ്യം കർത്താവ് മാറ്റിയത് എൻ്റെ ആറ്റിറ്റ്യൂഡ്, ഭക്ഷണത്തോടുള്ള ആറ്റിറ്റ്യൂഡാണ്. എന്നാന്ന് വെച്ചാൽ നല്ല പരിപ്പ് കറി, ഇവിടെ ഒഴിച്ചാൽ അവിടെ ഒഴുകി പോകുന്ന പരിപ്പ് കറി, ചെയ്യുന്ന അങ്ങനെയുള്ളൊരു കറി, അതാണ് എനിക്ക് ആദ്യം കിട്ടുന്ന കറി. അപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ആദ്യം എൻ്റെ ആറ്റിറ്റ്യൂഡ് ദൈവം എന്ത് ചെയ്തു? അവിടെ മാറ്റി. അപ്പോൾ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ പറയുന്നൊരു കാര്യം, ചില സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ചില സമയത്ത് ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവയ്ക്കുമ്പോൾ കറി നമുക്ക് കഴിക്കാൻ സാധ്യതയില്ലാത്ത മേഖല വരുമ്പോൾ തന്നെ കറി മാറ്റി വയ്ക്കാറുള്ളൂ. ആ സമയത്ത് ഞാൻ എന്നാ ചെയ്യുന്ന പറയും, ചില സമയത്ത് ആ പച്ച ചോറുണ്ടല്ലോ, അതിൽ ഞാൻ കൈ വെച്ചിട്ട് ദൈവത്തിന് നന്ദി പറയും, കർത്താവേ ഈ ഭക്ഷണം എനിക്ക് നൽകിയതിന്. എന്നാന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒത്തിരി പ്രിയമുള്ളവരുണ്ട്, അല്ലേ? നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബുക്കിൽ വായിച്ചൊരു കാര്യം ഇങ്ങനെയാണ്, നമ്മൾ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? മറ്റുള്ളവർക്ക് സന്തോഷിക്കുവാൻ കഴിയാത്തത് കൊണ്ടല്ല, അവരുടെ സന്തോഷത്തിന് പകരമായിട്ടാണ്. നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തല. അപ്പോൾ ആദ്യം എൻ്റെ ആറ്റിറ്റ്യൂഡ് അവിടെ മാറ്റി. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ അകത്തൊക്കെ ദൈവം വിശ്വസ്തനായിരുന്നു കേട്ടോ. ചെയ്യുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ആറ്റിറ്റ്യൂഡ്, രണ്ടാമത്തെ കാര്യം B എന്ന് പറയുന്നത് ബിഹേവിയർ
ബിഹേവിയർ, നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മീൻസ് മറ്റുള്ളവരുടെ ബന്ധത്തിൽ നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചില കാര്യങ്ങളെ കർത്താവ് അനുവദിച്ചാൽ ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. രണ്ടാമത്തെ കാര്യം ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം. മൂന്നാമത്തെ കാര്യം ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യവും അത് തന്നെയാണ്. ദെയർഫോർ റിമെമ്പർ, നമ്മൾ ഓർക്കണം കേട്ടോ. മീൻസ് ആ 3 കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ടേക്ക് കടന്നു പോകട്ടെ. 1 ആറ്റിറ്റ്യൂഡ്, 2 ബിഹേവിയർ, 3 ക്യാരക്ടർ. അതിനുശേഷമായിട്ട് അടുത്ത ഒരു മേഖലയിലോട്ട് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? മീൻസ് അതിൻ്റെ 11-12 വാക്യങ്ങളിലൂടെ നമുക്ക് പഠിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മീൻസ് ചെയ്യുന്നു ഈ 11-12 വാക്യങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എങ്കിലും പ്രിയമുള്ളവർക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം റിമെമ്പർ വേർ യു കെയിം ഫ്രം. ഒന്നാമത്തെ കാര്യം നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് ഓർക്കണം. ഒന്നാമത്തെ കാര്യം ആ ഒരു കാര്യം നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് ഓർക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇത് വളരെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എവിടെ നിന്ന് വന്നു എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. പ്രിയമുള്ളവർക്ക് ആ സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? എൻ്റെ കൂടെ വരാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? ക്ലിയർ ആണെന്ന് ചിന്തിക്കാം. ഓക്കെ. രണ്ടാമത്തെ കാര്യം അതിൻ്റെ 12-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്ന കാര്യം ക്രിസ്തു ഇല്ലാത്തത് നിമിത്തമുള്ള വേർപാട്. ക്രിസ്തു ഇല്ലാത്തത് നിമിത്തമായ വേർപാട്. ക്രിസ്തു ഇല്ലാത്തത് നിമിത്തമായ വേർപാട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അത് 12-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. അവിടെ അമേൻസ് പറഞ്ഞ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെയുണ്ട്. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്രിസ്തു ഇല്ലാതെ ഇരുന്ന ഒരു സമയം, അതാണ് 12-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. അവിടെ പറയുക, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു. അപ്പോൾ ഈ 2-ാമത്തെ ഭാഗത്ത് പറയുന്ന ഒരു കാര്യം സെപ്പറേഷൻ വിത്തൗട്ട് ക്രൈസ്റ്റ്. ഇവിടെ പറയുന്ന 5 പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടവരായിരുന്നു അല്ലേ? നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നമുക്ക് കർത്താവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു? കർത്താവുമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മീൻസ് നിങ്ങൾക്ക് വേദന തോന്നരുത്. നമ്മൾ സ്നാനപ്പെട്ടിട്ട് എത്ര വർഷമായി? സ്നാനപ്പെട്ടിട്ട് 10 വർഷം അല്ലെങ്കിൽ 15 വർഷം 20 വർഷം അതിന് മുകളിലൊക്കെ ആയിട്ടുണ്ടാകില്ലേ? പക്ഷേ സ്നാനപ്പെട്ട ക്രിസ്തുവിനെ നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ടോ? അത് കർത്തൃമേശയ്ക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ ഓർക്കുന്നത്? നമ്മുടെ ഏറ്റവും വലിയൊരു പോരായ്മയെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. മിക്കവാറും സമയങ്ങളിൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ നമ്മൾ ഓർക്കുന്നത് കർത്തൃമേശയുടെ സമയത്താണ്. അത് തെറ്റാണ്. മറ്റ് നാമധേയ ക്രൈസ്തവരോട് ചോദിച്ചാൽ ഈസ്റ്ററിൻ്റെ അന്ന് അവരെന്ത് ചെയ്യും? കർത്താവിനെ ഉയർപ്പിക്കും. ക്രിസ്മസിൻ്റെ അന്ന് അവരെന്ത് ചെയ്യും? കർത്താവിനെ ജനിപ്പിക്കും. നമ്മൾ അങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? നമുക്കൊരു വിഷയം വരുമ്പോഴാണോ ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുന്നത്? നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണോ കർത്താവിനോട് നമ്മൾ ഓടിച്ചെല്ലുന്നത്? ഇവിടെ ആദ്യത്തെ കാര്യം പറയുക, നമുക്ക് അമേൻസ് ക്രിസ്തു നമ്മളിൽ ഉണ്ടാകാത്ത ഒരു തലം. ഞാൻ അതൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ നോട്ട് പ്രിയമുള്ളവർക്ക് ഇതിന് ശേഷമായിട്ട് കിട്ടുമ്പോൾ അത് ഡീപ്പായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലൂടെ നമുക്ക് കിടക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന ഒരു കാര്യം, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡഡ് ഫ്രം ഗോഡ്സ് പീപ്പിൾ അല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ വിശ്വാസത്തിലൂടെ വരുന്നതിന് മുമ്പ്, നമ്മൾ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നമുക്ക് അറിയുമായിരുന്നോ? അറിയത്തില്ല. പക്ഷെ ദൈവം നമുക്ക് എന്ത് തന്നു? ഒരു ബന്ധം നൽകി അല്ലേ? ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ 12-ാമത്തെ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധയോടെ വായിച്ച പ്രിയമുള്ളവർക്ക് ആ ഒരു 5 കാര്യങ്ങൾ മനസ്സിലാകും. ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഇവർ ജാതികളായിരുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ജാതികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് കൊടുത്തിരിക്കുന്ന ജെൻഡൈൽസ് എന്നാണ്. ജെൻഡൈൽസ്, ജാതികൾ. ഈ ജാതികളായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇസ്രയേൽ മക്കളുമായിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ വീണ്ടെടുത്ത സമയത്ത് അവർക്ക് എന്ത് വന്നു? ഒരു കണക്ഷൻ വന്നു. അത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത വാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് ടു ഗോഡ്സ് പ്രോമിസസ്. നമ്മൾ അങ്ങനെ ആയിരുന്നില്ലേ?
നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് പല വാഗ്ദത്തങ്ങളും നമുക്കുണ്ടെങ്കിലും നമ്മൾ കർത്താവിനെ കുറിച്ചും നമ്മുടെ വാഗ്ദത്തങ്ങളെ കുറിച്ചും വലിയ അറിവൊന്നും നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ സ്നാനപ്പെട്ട നമുക്ക് ഒരു അമേൻ സ്വന്തം ചെയ്യുന്ന ഒരു പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസ് എന്താണെന്നറിയാമോ? കർത്താവിനോട് കൂടെ നമ്മൾ വാഴുമെന്നുള്ളതാണ്. ഈ ലോകത്ത് മറ്റുള്ളവർക്ക് കിട്ടാത്തൊരു പ്രോമിസാണ്. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, കർത്താവെ എനിക്ക് അങ്ങ് നൽകിയ പ്രോമിസ്, അപ്പായുടെ കൂടെ എനിക്കൊന്ന് വാഴാൻ പറ്റുന്നത്, അപ്പായെ എനിക്കൊന്ന് കാണാൻ പറ്റുന്നത്, അതാണ് ഈ ലോകത്തിൽ എനിക്ക് അങ്ങ് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ആ സമയത്ത് അവർക്ക് അതുണ്ടായിരുന്നില്ല, അങ്ങനൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നില്ല. അവർ ജീവിച്ചുകൊണ്ടിരുന്നത് ആശയില്ലാത്തവരായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യാശയില്ലാത്തവരാ അല്ലേ? നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് അങ്ങനെയാണോ കടന്നു പോകുന്നത്? ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പ്രത്യാശയില്ലാതെയാണോ കടന്നു പോകുന്നത്? അങ്ങനെയെങ്കിൽ ദൈവവചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്കൊരു പ്രത്യാശ ഉണ്ടെന്നേ, നമുക്കൊരു ആശയുണ്ടെന്നേ. ആ ആശ നമ്മൾ ഇന്ന് തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചു വരാം. പ്രത്യാശയില്ലാത്തവരായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ക്രിസ്തു അവരുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് അവർക്ക് പ്രത്യാശ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് ക്രിസ്തു ഉണ്ടായിട്ട് പ്രത്യാശയുണ്ടോ? ക്രിസ്തു ഉണ്ടായിട്ട് നമുക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ ഒരു സാഹചര്യം വരും, നമ്മൾ എന്താകത്തില്ല, തളർന്ന് പോകത്തില്ല, നമ്മൾ വീണ് പോകത്തില്ല. പക്ഷേ ഏതൊക്കെയോ മേഖലകളിൽ നമ്മൾ കാലിടുന്ന പോലെ തോന്നുന്നുണ്ടോ? ഏതൊക്കെയോ മേഖലകളിൽ നമ്മൾ വല്ലാതെ വീണ് പോകുന്ന പോലെ തോന്നുന്നുണ്ടോ? ഏതൊക്കെയോ മേഖലകളിൽ ആ ഒരു കാര്യത്തെ അമേൻ സുരഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലെ 4 കാര്യങ്ങൾ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ 4 കാറ്റുകളെ കുറിച്ച് കാണുവാൻ സാധിക്കുക. ഭക്തനായ പൗലോസിനോട് ദൈവം പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ ദൂതം എന്ന് പറയുമ്പോൾ, പൗലോസെ നീ ഭയപ്പെടരുത്. ആ ഭയപ്പെടരുതെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയാമോ? അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആശയൊക്കെയും അറ്റുപോയെന്നൊരു വാക്ക് പറയൂ. എന്ന് പറഞ്ഞാൽ ആ യാത്ര ചെയ്ത സകല ആളുകളെ ആശ പോയി. ആശ പോകാനുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രിയമുള്ളവർക്ക് അത് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഒന്നാമത്തെ കാറ്റ് എന്ന് പറഞ്ഞാൽ, കാറ്റ് സമ്മതിക്കാകിയാൽ എന്ന് പറഞ്ഞ ഒരു വാക്യം നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുണ്ട്? സമ്മതിക്കാത്ത കാറ്റ് ഉണ്ട്. 27-ാമത്തെ അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, കാറ്റ് സമ്മതിക്കാകിയാൽ. ഒന്നാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? സമ്മതിക്കാത്ത കാറ്റുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ ആ കാറ്റടിക്കുമ്പോഴല്ലേ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നത് അല്ലേ? ആ സമയത്ത് ഒരു നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ വാട്സപ്പിൽ എന്ത് വരും? ഒരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ സംഭവം എന്തെങ്കിലും എമർജൻസി ആണെന്ന് വിചാരിക്കും. നമ്മളൊന്ന് വാട്സപ്പിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറും. പിന്നെ ഇറങ്ങുന്നത് എപ്പോഴാ? പിന്നെ ഒരു സുബോധം വരണം. ട്രാക്ക് ആ കാടി കയറിയ പോലെ നമ്മൾ വഴി തെറ്റിപ്പോയി. കുറച്ച് നമുക്ക് എന്നാ വരും? ഒരു സുബോധം വരും. നമ്മൾ പറയും, അയ്യോ സമ്മതിക്കാത്ത കാറ്റടിച്ചതുകൊണ്ട് ഇന്ന് പ്രാർത്ഥന നടന്നില്ല. ചിലർക്ക് സമ്മതിക്കാത്ത കാറ്റ് എന്നാണെന്നറിയാമോ? ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണമാകുമ്പോഴേ ഭയങ്കര ക്ഷീണമാന്നേ, അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥന വേണ്ട. സമ്മതിക്കാത്ത കാറ്റുകൾ മാറ്റണം കേട്ടോ. രണ്ടാമത്തെ കാറ്റ്, ഒന്നാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്. രണ്ടാമത്തെ കാറ്റ് അതിൻ്റെ 14-ാമത്തെ വാക്യം, കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലം നിന്ന കൊടുങ്കാറ്റടിച്ചു. രണ്ടാമത്തെ കാറ്റ് വിരോധമായ കാറ്റ്. നമ്മുടെ ജീവിതത്തിൽ വിരോധമായ ചില കാറ്റടിക്കാറില്ലേ? ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിരോധം പറയുന്ന കാറ്റ്, ചില വ്യക്തികളായിട്ട് നമ്മളോട് വിരോധം പറയുന്ന കാറ്റ്. ഇതൊക്കെ നമ്മളിന്ന് മാറ്റണം കേട്ടോ. എന്നാൽ മാത്രമേ ഇന്ന് എഫേസ്യ ലേഖനം പഠിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. വിരോധമായിട്ട് അടിക്കുന്ന കാറ്റുകൾ അവൻ നിമിത്തമായിട്ട് അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. 15-ാമത്തെ വാക്യത്തിൽ, കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം കുടുങ്ങി. വിരോധമായിട്ട് ചില കാറ്റുകൾ അടിച്ചപ്പോഴല്ലേ നമ്മൾ കുലുങ്ങിപ്പോയത് അല്ലേ? ആ വിരോധമായ കാറ്റ് എവിടെ നിന്നാണ് അടിച്ചത്? നമ്മളെ ചേർത്ത് പിടിച്ചവരിൽ നിന്നാണ്. നമ്മളെ ഏറ്റവും അധികം നമ്മുടെ കൂടെ നിന്നവരിൽ നിന്നല്ലേ വിരോധമായ കാറ്റടിച്ചത്. ആ കാറ്റിനെ കുറിച്ചൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്. രണ്ടാമത്തെ കാറ്റ് അതിൻ്റെ 14-ാമത്തെ വാക്ക് വിരോധമായ കാറ്റ്. മൂന്നാമത്തെ കാറ്റ് 18-ാമത്തെ വാക്ക്, ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട്. മൂന്നാമത്തെ കാറ്റ് അലയിപ്പിക്കുന്ന കാറ്റ്. ചില മേഖലകൾ നമ്മൾ അലഞ്ഞുകൊണ്ടിരിക്കുമല്ലേ അല്ലേ? നമ്മളെ പ്രവാചകൻ്റെ അടുത്ത് അലഞ്ഞുകൊണ്ടിരിക്കുമല്ലേ? ഞാൻ പ്രവാചകൻ്റെ അടുത്ത് പോകുന്നതിനോ കാര്യങ്ങളൊന്നും തെറ്റായിട്ട് പറയുമല്ലോ കേട്ടോ. ചില സമയം നമ്മൾ എന്ത് ചെയ്യുക? അലഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സ് അലഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ആരുടെയും മനസ്സ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് വേറെ രീതിയിലോട്ട് പോയിട്ടില്ലല്ലോ അല്ലേ? അതും കൂടി ഒന്ന് ഉറപ്പ് വരുത്തണം. നമുക്ക് മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എവിടെ പോകാൻ പറ്റും? ഇപ്പോൾ ജെയിനാൻഡ് UK അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് UK പോകാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു സഹോദരി ഡാളസിലുള്ള സഹോദരി ഉണ്ട്, ഡാളസിൽ പോകാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിൽ വരാൻ പറ്റും അല്ലേ? മനസ്സ് അലഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ആ കാര്യം ഇന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ.
മനസ്സ് അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. മനസ്സ് അലഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കർത്താവുമായിട്ട് ബന്ധമില്ലാതെ പോയത്. എന്നാൽ അതിൻ്റെ മധ്യേ കർത്താവ് നമ്മളെ തേടി വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആ കാറ്റിൽ നിന്ന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല, ആ കാറ്റിൽ നിന്ന് നിന്നെ തകർക്കുവാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ആ അരുമനാഥൻ നമ്മളോട് പറയാം, നമ്മളെ അനാഥരായിട്ട് വിടാത്തൊരു ദൈവമുണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇന്ന് ജീവിതത്തിനകത്ത് അനാഥരാണെന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു വാക്യത്തെ എഫേസ്യ ലേഖനത്തിൻ്റെ ചരിത്രവുമായിട്ട് കൂട്ടി പറയുമ്പോൾ അവൻ അർത്തിമേസിൽ നിന്ന് വിട്ടുവന്ന അവർക്കൊരു ചിന്തയുണ്ട്, ഇനി ഞങ്ങളുടെ ആശ്രയം എങ്ങനെയാ, ഇനി ഞങ്ങളുടെ ജീവിതം എങ്ങനെയാ. പക്ഷെ അതിൻ്റെ അകത്ത് അവൻ ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭക്തൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ പുതിയൊരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയരെ, നമ്മൾ ആരും അനാഥരല്ല. ഇന്ന് പകൽക്കാലം അത് മനസ്സിലാക്കണം. നമ്മളൊരു പക്ഷേ ഏകാന്തതയിലൂടെ കടന്നു പോകുന്നുണ്ടാകും, നമ്മളൊരു പക്ഷേ വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്നുണ്ടാകും. പക്ഷേ അമേൻസും അതിനൊന്നും അമേൻസുറിഞ്ഞത് നമ്മളെ തകർക്കുവാൻ സാധ്യമല്ല. 3 കാറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്, രണ്ടാമത്തെ കാറ്റ് വിരോധമായ കാറ്റ്, മൂന്നാമത്തെ കാറ്റ് അലയിപ്പിക്കുന്ന കാറ്റ്, നാലാമത്തെ കാറ്റ്. ആ കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാറ്റ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക കേട്ടോ. 20ാമത്തെ വാക്യത്തിൽ പറയുക, വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചു. അപ്പോൾ വല്ലാത്തൊരു കാറ്റുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. വല്ലാത്ത തലവേദനയാണ്, വല്ലാത്ത പനിയാണ്. ചിലർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യമാണ്, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ചിലർക്ക് രോഗവും ഇല്ലെങ്കിൽ ഒരു സുഖമില്ല, അല്ലേ? അത് ഞാൻ ഉദാഹരണത്തോടെ പറഞ്ഞുതരാം. ചിലർ പറഞ്ഞ് കേട്ടൊരു കാര്യം ഇങ്ങനെയാണ്, എൻ്റെ പുണ്യ ദൈവദാസനെ, എനിക്ക് ഭയങ്കര വല്ലാത്ത തലവേദനയാണ്, ഈ പ്രാർത്ഥനാവിഷയം പറഞ്ഞില്ല ആൾക്കൊരു സുഖം കിട്ടത്തില്ല. നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, വല്ലാത്ത രോഗം. നമ്മൾ ചില സമയത്ത് പറയുന്ന വാക്കാണ് കേട്ടോ, വല്ലാത്ത പനിയാണ്, വല്ലാത്ത പ്രശ്നമാണ്. നമ്മളെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കങ്ങനെ പറഞ്ഞതുപോലെ തോന്നുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റെടുത്തേണം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറഞ്ഞേക്കണം, വല്ലാത്ത ചില കാറ്റുകൾ, അത് മാറ്റണം കേട്ടോ. വല്ലാത്ത കാറ്റിൻ്റെ ആ നടുവിൽ നിൽക്കുന്ന സമയത്താണ് അവൻ്റെ ആശ അറ്റുപോയത് എന്ന് പറഞ്ഞാൽ, ചില വല്ലായ്മകൾ വരുമ്പോഴാണ് നമ്മുടെ ആശകൾ അറ്റുപോകുന്നത്. 4 പ്രധാനപ്പെട്ട കാറ്റിൻ്റെ മധ്യേ ദൈവമനുഷ്യനോട് അമ്മേൻ പറഞ്ഞു, ദൈവാത്മാവ് ഇവിടുത്തെ കാര്യമുണ്ട്, നീ ഭയപ്പെടരുത്. അപ്പോൾ നമുക്ക് ആശയില്ലാത്തവരാ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകരുത്. 4 കാറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 1 സമ്മതിക്കാത്ത കാറ്റ്, 2 വിരോധമായ കാറ്റ്, 3 അലയിപ്പിക്കുന്ന കാറ്റ്, 4 വല്ലാത്ത കാറ്റ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു രണ്ടാം അധ്യായത്തിൽ പറഞ്ഞ 12ാമത്തെ വാക്യത്തിൽ പറഞ്ഞ കാര്യം അത്, അവർക്ക് ആശ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തുണ്ടാകണം? ആശ ഉണ്ടാകണം. ആശയാണ് നമ്മൾ പറയുന്നത് പ്രത്യാശ എന്ന് പറയുന്നത്. പറയാൻ പറ്റുമോ, കർത്താവെ എനിക്കൊരു ആശയുണ്ട്, എൻ്റെ കർത്താവിനെ എനിക്ക് കാണാൻ പറ്റും, എൻ്റെ കർത്താവിനോടുകൂടെ എനിക്ക് വസിക്കാൻ പറ്റും. അതായിരിക്കണം നമ്മുടെ ആശ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അവർക്ക് ദൈവവുമായിട്ട് പ്രത്യേകിച്ചൊരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം ലാസ്റ്റ് പറഞ്ഞ് അടുത്തൊരു ഭാഗത്തോട് ഞാൻ കടന്നു പോകട്ടെ. 3ാമത്തെ പ്രത്യേകത, 2 പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. എഫേസ്യ ലേഖനം 2ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, എവിടെ നിന്ന് നമ്മൾ വന്നു എന്നൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്, ക്രിസ്തു ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം, അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ആ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവേശുവിലാണ് അവർക്ക് അവരുടെ പ്രത്യാശയെ അവർ കണ്ടെത്തുന്നത്. ഞാൻ അധികം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്രിസ്തുവേശുവിലാണ് ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ, അവർക്ക് പ്രത്യാശ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ആശ അവർ കണ്ടെത്തുന്നത് എവിടെയാണ്? ക്രിസ്തുവേശുവിലാണ്. അതുകൊണ്ടാണ് അതിൻ്റെ 13ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇടവിട്ടൊരു കാര്യം ഇതാ, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുവേശുവിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വന്നിരിക്കുന്ന പ്രത്യാശ എവിടെ നിന്നായിരുന്നു? 3ാമത്തെ കാര്യം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 3ാമത്തെ കാര്യം, അവരുടെ പ്രത്യാശ അവരെവിടെയാണ് കണ്ടുമുട്ടിയത്? ക്രിസ്തുവേശുവിലായിരുന്നു. ഞാൻ 4ാമത്തെ കാര്യത്തിലൂടെ മുന്നോട്ട് കടന്നു പോകട്ടെ. അതിനുശേഷമായിട്ട് ഗോഡ് വെൽക്കംസ് ഔട്ട്സൈഡേഴ്സ്. ദൈവം അവരെ എന്ത് ചെയ്തു? അവരെ ജാതികളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ മക്കളാക്കി മാറ്റി, ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാക്കി മാറ്റി. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ ഞാനും ഇതുപോലെ ഔട്ട്സൈഡർ ആയിരുന്നു കേട്ടോ, ഞാനും ഇതുപോലെ വല്ലാതെ തകർന്നവനായിരുന്നു കേട്ടോ, പക്ഷെ കർത്താവ് എന്നെ സ്വാഗതം ചെയ്തു. ഇന്നും കർത്താവ് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുക. ആരെങ്കിലും പുറത്താണോ നിൽക്കുന്നത്? പുറത്താണോ എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ നിന്ന് പുറത്താണോ നിൽക്കുന്നതെങ്കിൽ ഈ രാത്രികാലം ദൈവാത്മാവ് നമ്മളോട് ഇടപെടുക, കർത്താവ് നമ്മളെ ചേർക്കുവാൻ വരുക കേട്ടോ. 4ാമത്തെ കാര്യം, ഗോഡ് വെൽക്കംസ് ഔട്ട്സൈഡർ ആയിരുന്ന നമ്മളെ ദൈവം എന്ത് ചെയ്തു? വെൽക്കം ചെയ്തു. 5ാമത്തെ കാര്യം,
അതിനുശേഷമായിട്ട് അവരുടെ സ്പിരിച്വൽ ലൈഫിൽ എന്ത് വന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കണ്ടീഷൻ മാറ്റേഴ്സ് മോർ ദാൻ ഫിസിക്കൽ ഐഡൻറ്റിറ്റി. നമ്മുടെ ഭൗതികമായ ഐഡൻറ്റിറ്റിയേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ബലപ്പെടുക എന്നുള്ളത്. ഭക്തനായ പൗലോസ് ഒരിടത്ത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ പുറമേ ഭയങ്കര ബലഹീനനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് വലിയൊരു തടസ്സങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആ ഒരു കാര്യം ശരിയാണോ എന്നൊരു കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അപ്പോസ്തലനായ പൗലോസിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ശൂലം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, കൊരിന്ത്യർ ലേഖനത്തിൽ. ആ ശൂലത്തെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം ചരിത്രത്തിൽ പറയുന്നു. അതെനിക്ക് വ്യക്തമായി അതിനെക്കുറിച്ചൊരു അറിവില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുറമേ നോക്കുമ്പോൾ ബലഹീനനാണ്, പക്ഷെ ആ മനുഷ്യൻ പറയുമോ അകമേ ഞാൻ ശക്തനാ. എൻ്റെ പ്രിയമുള്ളവർ ഇന്ന് പറയാൻ പറ്റുമോ, കർത്താവെ പുറമേ നോക്കുമ്പോൾ ഞാൻ മെലിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, പുറമേ നോക്കുമ്പോൾ ഞാൻ വല്ല ബലഹീനമൊക്കെ ആയിരിക്കും, പക്ഷേ അകമേ ഞാൻ ശക്തനാ. അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മാവ്, അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവിക പ്രവൃത്തി, അതാണ് പ്രിയമുള്ളവർ ഏത് കാലഘട്ടത്തിൻ്റെ അകത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, കർത്താവെ ഞാൻ പുറമേ തകർന്നവനാണെങ്കിലും, പുറമേ ഞാൻ നോക്കുമ്പോൾ കരയുന്നവനാണെങ്കിലും, പുറമേ ഞാൻ നോക്കുമ്പോൾ വീണു പോയെന്നവനാണെങ്കിലും അകമേ ഞാൻ ശക്തനാണ് എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? എന്നോട് കൂടെ ചേർന്നൊന്ന് പറയാൻ പറ്റുമോ? ആ നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞാട്ടെ, അമേൻ സ്തോത്രം ചെയ്യുന്നു, ഞാൻ ശക്തനാണ്, ഞാൻ ശക്തനാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു തരാം പ്രിയമുള്ള. ചില സമയത്തൊക്കെ നമ്മൾ വല്ലാതെ ഡിപ്രഷനായി പോകും അല്ലേ. ആ സമയത്ത് ആ ഡിപ്രഷൻ മാറ്റാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. ഫിലിപ്പിയ ലേഖനം കാരാഗൃഹത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഫിലിപ്പിയ ലേഖനം 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതിന് ഇംഗ്ലീഷ് ഭയങ്കര മനോഹര, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻ മീ. അപ്പോൾ ഇടയ്ക്കൊക്കെ പറഞ്ഞു ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ പറ്റുമെന്നേ. നമ്മൾ പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം പറ, എനിക്ക് ചെയ്യാൻ പറ്റും. ലോകം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. എന്തോ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഈ ഒരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു കാര്യം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യം ഇങ്ങനെയാണ്. ഈ കാരാഗ്രഹ ലേഖനത്തിന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. കാരാഗ്രഹ ലേഖനമാണ് കൊലോസി ലേഖനം, എഫേസി ലേഖനം, ഫിലിപ്പിയ ലേഖനം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മറ്റൊരു ലേഖനം കൂടെ ഉണ്ട് അങ്ങനെ 4 ലേഖനമാണ് കാരാഗ്രഹ ലേഖനം എന്ന് പറയുന്നത്. ഫിലോമോന്റെ ലേഖനം. ഈ 4 ലേഖനം കാരാഗ്രഹ ലേഖനം. അതിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? മറ്റുള്ള 13 ലേഖനങ്ങളും എഴുതപ്പെട്ടത് പേന കൊണ്ടാണ്. പക്ഷേ ആ ലേഖനം എഴുതിയത് എന്തുകൊണ്ടെന്നറിയാമോ? പേന കൊണ്ട് എഴുതുമ്പോഴും കാരാഗ്രഹത്തിന്റെ ചങ്ങലകൾ അതിൻ്റെ പുറകിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതാണ് അനേകരെ ശക്തീകരിച്ചത്, അതാണ് അനേകരെ ബലപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരാഗ്രഹത്തിന്റെ അകത്തും ഇന്ന് പകൽക്കാലം ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട് കേട്ടോ. നമ്മുടെ കാരാഗ്രഹത്തിന്റെ അകത്തും നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ കാരാഗ്രഹത്തിന്റെ അകത്ത് വല്ലാതെ നമ്മൾ അകപ്പെട്ട് കിടക്കുമ്പോഴും ഇന്ന് പകൽക്കാലം പറയണം, കർത്താവെ എൻ്റെ കാരാഗ്രഹത്തിന് നന്ദി. ആ കാരാഗ്രഹമാണ് അനേകരെ ക്രിസ്തുവിലോട്ട് നയിക്കുന്നത്. ആ കാരാഗ്രഹമാണ് അനേകരെ ക്രിസ്തുവിലോട്ട് നേടുവാൻ സാധിക്കുന്നത്. അർത്തിമസിന്റെ അടിമത്തത്തിൽ കിടന്ന ആ കാരാഗ്രഹത്തിൽ നിന്ന് ഒരു കൂട്ടം ജനറേഷനെ പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ, അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകിയപ്പോൾ അത് ക്രിസ്തീയ മേഖലയുടെ ഹബ്ബായി മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ കാരാഗ്രഹത്തിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഒരു തലമുറയെ ചലിപ്പിക്കുന്ന അഭിഷേകം നമ്മുടെ മേലുണ്ട്. ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ട്. എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മൾ കടന്നു പോകുന്ന ചില പ്രത്യേകമായ മേഖലകളകത്ത് ആ കാരാഗ്രഹം നമുക്കൊരു ഓർമ്മപ്പെടുത്തല. കർത്താവ് കൈവിടുന്നില്ല, കർത്താവ് നമുക്ക് വിപരീതമായി നിൽക്കുന്നില്ല. സ്തോത്രം ചെയ്യുന്നു. അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, നമ്മുടെ പുറമേ നമ്മൾ ബലഹീനരാണേലും അകമേയുള്ള കാര്യം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. 5 കാര്യം ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് പറയട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ഓർക്കണം. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവില്ലാത്ത ഒരു ജീവിതം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ പറയുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷമാണ് മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവേശുവിൽ മാത്രമാണ് ഒരു പ്രത്യാശ ഉള്ളത് എന്നൊരു കാര്യം. അതിനുശേഷമായിട്ട് 4ാമത്തെ കാര്യം, ദൈവം ഔട്ട്സൈഡേഴ്സ് ആയിരുന്ന നമ്മളെ വെൽക്കം ചെയ്തു. ലാസ്റ്റ് കാര്യം, നമ്മൾ പുറമെ കുറച്ച് ബലഹീനരാണേലും നമ്മുടെ അകമയുള്ള മനുഷ്യൻ അനുദിനവും ജീവിക്കുമ്പോൾ അതാണ് ജീവിതത്തിൽ വലിയ മാറ്റമായിട്ട് മാറുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നതാണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ നമ്മൾ ദൂരെയായിരുന്നു കേട്ടോ, ഇന്ന് നമ്മൾ അടുത്ത. സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ നമ്മൾ സമീപസ്ഥരായിരുന്നു കേട്ടോ. സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ നമ്മൾ ദൂരസ്ഥരായിരുന്നു കേട്ടോ, ഇന്ന് നമ്മൾ സമീപസ്ഥരാ. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ആ കർത്താവിൻ്റെ അടുക്കലോട്ട് നമുക്ക് കടന്നു
വരുവാൻ കർത്താവ് നൽകിയ പ്രാഗൽഭ്യത്തിൻ്റെ പേരാണ് ക്രിസ്തുവിലുള്ള ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ടു പോയിട്ടില്ല പ്രിയമുള്ളവരെ, ഏകാന്തതയിലായിട്ടില്ല പ്രിയമുള്ളവരെ. നമ്മൾ തനിച്ചല്ല, നമ്മുടെ കൂടെ ഒരു കർത്താവുണ്ട്. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ കൂടെ ഒരു കർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ തനിച്ചാകത്തില്ല, എൻ്റെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ പേടിച്ച് പോകത്തില്ല, എൻ്റെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ തളർന്നു പോകത്തില്ല, എൻ്റെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ട് കാരാഗ്രഹത്തിലും ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. അങ്ങനെയെങ്കിൽ പറ, എൻ്റെ കാരാഗ്രഹത്തിനകത്ത് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതാ നമ്മുടെ ഉറപ്പ് എന്ന് പറയുന്നത്. അതാണ് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തൊരു തലത്തിലൂടെ കടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നു പ്രിയമുള്ളവരുടെ ചെയ്യുന്നു ചില ഉത്തരങ്ങൾ എനിക്ക് ആവശ്യമാണ്. ഞാൻ ഇവിടെ ഒരു പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. നെറ്റ്വർക്ക് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും നെറ്റ്വർക്ക് ഉള്ളവരാണ് അല്ലേ? ഈ നെറ്റ്വർക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ സൂം മീറ്റിങ്ങിൽ ആയിരിക്കുന്നത്. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മൾ ഈ നെറ്റ്വർക്ക് പെട്ടെന്ന് കട്ടായി പോയാൽ നമുക്ക് അവിടെ എന്തുമായിരിക്കും സംഭവിക്കുക? ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ എന്തുമായിരിക്കും അവിടെ സംഭവിക്കുക എന്ന് വളരെ വേഗത്തിൽ പ്രിയമുള്ളവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റൂ. നെറ്റ്വർക്ക് ഇല്ല എങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ എങ്ങനെയാണ് അടുത്തത് സംഭവിക്കുക? എന്താണ് അടുത്തത് സംഭവിക്കുക? ആർക്കെങ്കിലും പറയാൻ പറ്റൂ? നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സാഹചര്യം പറയാൻ പറ്റും. കണക്ഷൻ വിട്ടുപോകും. പിന്നെ മറ്റെന്തെങ്കിലും ഉത്തരവുണ്ടോ? കണക്ഷൻ വിട്ടുപോകും. വേറെ ഉത്തരങ്ങളുണ്ടോ? മറ്റുള്ള പ്രിയമുള്ളവരൊന്നും പറഞ്ഞാട്ടെ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഡീപ്പ് തലത്തിലൂടെ കടക്കാൻ പോവുക. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയമുള്ളവരുടെ മനസ്സ് കംപ്ലീറ്റ് ഇവിടെ വേണം. നോ കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. പിന്നെ മറ്റെന്തെങ്കിലും ഉത്തരവുണ്ടോ? നമ്മൾ ഡൗൺ ആയിപ്പോ ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞാൽ, ആ ഇമേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റൂ. അപ്പുറമുള്ള ആൾക്കും ഇപ്പുറമുള്ള ആൾക്കും തമ്മിൽ സ്ട്രെസ്സ് വരും. സ്വാഭാവികമായിട്ട് നമുക്ക് വരും. ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലുള്ള കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇന്ന് നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകൾ, യൂട്യൂബ് മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ. ചെയ്യുന്നു. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ നെറ്റ് ഓൺ ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങളുടെ നെറ്റ് ഓഫ് ചെയ്യുക. പക്ഷേ നിങ്ങൾ സ്ക്രോൾ ചെയ്ത ചില വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ തുടക്ക ഭാഗം കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ റിഫ്രഷ് എഗെയിൻ എന്ന് പറഞ്ഞ് കാണിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? റിഫ്രഷ് എഗെയിൻ. എന്തോ അതിൻ്റെ പ്രത്യേകത? ആ നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല എങ്കിൽ അവിടെ എന്ത് പോകും? പല ബന്ധങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഈ ഒരു കാര്യത്തെ ഞാനൊരു കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചെയ്യുന്ന നെറ്റ്വർക്കുകൾ നമ്മുടെ പല ചിന്തകൾക്കും എന്തുണ്ടായിരുന്നു? ഇതേ രീതിയിലുള്ളൊരു കാര്യമായിരുന്നു. ഇനി ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ അടുത്തൊരു ഭാഗത്തോട് കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറയുന്നത്, നെറ്റ്വർക്ക് ഇല്ല എങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല, നമുക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റത്തില്ല, മറ്റൊരാളെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, മറ്റൊരാളായിട്ട് നമുക്ക് എന്തുണ്ടാകത്തില്ല? കണക്ഷൻ ഉണ്ടാകത്തുണ്ടാകില്ല. അപ്പോൾ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കാര്യം, അതിനെ പാപവുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ ഈ പാപം നമ്മളെ ഇതുപോലെ ചെയ്യുന്ന ചില കണക്ഷൻസ് ഒക്കെ വിട്ട് കളഞ്ഞതാണ്. അതാ 2-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ മരിച്ചവരായിരുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റിയ പല നെറ്റ്വർക്ക് ഡൗണുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്ന സമയത്തും പലതും നമ്മളെ വല്ലാതെ അകറ്റിയിരിക്കുമ്പോൾ അതിൻ്റെ താഴെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് വന്നിട്ട് എന്ത് ചെയ്തു? ആ കമ്മ്യൂണിക്കേഷൻ റിസ്റ്റോർ ചെയ്തു. എന്തുവാ റിസ്റ്റോർ ചെയ്തേ? കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം അത് കട്ടായി പോയിട്ടില്ല. ഇന്ന് ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളകത്ത് നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, നമ്മുടെയൊക്കെ ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വൈഫൈയിലൂടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോർമൽ ഇതിലൂടെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? ആ ഡിസ്റ്റൻസിൽ നിന്ന് വിട്ടുപോയാൽ ആ കണക്ഷൻ എന്താകും? ഫെയിൽ ആയി പോകും. എന്ന് പറയുന്നത് പോലെ പ്രിയമുള്ളവരെ, നമ്മളെ എന്തെങ്കിലും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്ന് മാറിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതൊക്കെ എവിടെ കണക്റ്റ് ആയെന്നറിയാമോ? കാൽവറി ക്രൂശിൽ ഇതൊക്കെ കണക്റ്റ് ആയെന്ന് നമ്മൾ ചിന്തിച്ച സകല മേഖലകളെയും അവിടെ റിസ്റ്റോർ ചെയ്തിട്ട് പറയുക, കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ക്രൂശിൽ മരിച്ചതുകൊണ്ട് അതിൻ്റെ താഴോട്ടേക്ക് വായിച്ചു വരുന്ന വാക്യങ്ങൾ നമുക്ക് ആ ഒരു ഭാഗത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കും. സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലൂടെ ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് അവൻ നമ്മുടെ സമാധാനം. ആ വാക്കിലൂടെ ഇനി നമ്മൾ അടുത്തൊരു തലത്തിലൂടെ പോകുക. എന്തിനാണ് ഞാൻ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിനകത്ത് ചില മേഖലയിൽ നമ്മുടെ നെറ്റ്വർക്കൊക്കെ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മുടെ പാസ്വേഡൊക്കെ തെറ്റായി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ഒരു ചെറിയൊരു ഇല്ലുസ്ട്രേഷൻ കൂടി ചോദിച്ചോട്ടെ? എനിക്ക് ഇതുവരെ സംസാരിക്കാതെ ചില പ്രിയമുള്ള ഉത്തരം വേണം.
എല്ലാവർക്കും ATM കാർഡിന് എന്തുണ്ട്? ATM കാർഡ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് കര ഉയർത്താമോ? ATM കാർഡ് ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് കര ഉയർത്താമോ? കര ഉയർത്താൻ പറ്റുമോ? ATM ഉപയോഗിക്കുന്നവരാ, അതിനെന്തുണ്ട്? പാസ്വേഡ് ഉണ്ട്. നിങ്ങളുടെ പാസ്വേഡ് ആരും പറയണ്ട. ഒരു ചോദ്യം, ഈ പാസ്വേഡുമായിട്ട് നമ്മൾ ATM കൗണ്ടറിൽ പോയെന്ന് വെച്ചോ, പാസ്വേഡ് ഓൺ ചെയ്തു, ATM കാർഡ് ഉള്ളിലോട്ട് ഇട്ടു, പക്ഷേ ക്യാഷ് നമ്മൾ ATM അടിക്കുന്ന സമയത്ത് അടിക്കുന്ന സമയത്ത് പിന്ന് തെറ്റിപ്പോയ ക്യാഷ് നമുക്ക് കിട്ടുമോ? അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിലും ക്യാഷ് നമുക്ക് കിട്ടുമോ? കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ പാസ്വേഡുകളൊക്കെ ജീവിതത്തിൽ മാറിപ്പോയിട്ടുണ്ടോ? അകത്തറിയാം നമുക്ക് അതിൻ്റെ അകത്ത് കാര്യമുണ്ടെന്നും പണമുണ്ടെന്നും അത് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്നും അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ പാസ്വേഡ് മറന്നു പോയിരിക്കുവാണെങ്കിൽ ഈ രാത്രികാലം ദൈവാത്മാവ് ഇടപെടുക, പാസ്വേഡുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു രാത്രികാലമാണ്. ഈ രാത്രികാലം മാറട്ടെ. ആ പാസ്വേഡാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അമേൻ സ്വരം ചെയ്യുന്നു. ആ പാസ്വേഡ് സിമ്പിളാ, ക്രൈസ്റ്റ്. അമേൻ സ്വരം ചെയ്യുന്നു. എപ്പോഴും പറയാൻ പറ്റണം ക്രിസ്തു ആകുന്ന അമേൻ സ്വരം ചെയ്യുന്ന പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ഏത് വിഷയത്തെയും ഇന്ന് രാത്രികാലം നമുക്ക് തുറക്കാൻ പറ്റും. ഏത് മേഖലകളെയും ഇന്ന് രാത്രികാലം നമുക്ക് അമേൻ സ്വരം അതിൽ നിന്ന് പുറത്തോട്ട് വരുവാൻ സാധിക്കും. പക്ഷെ പാസ്വേഡ് പലരും മറന്നു പോയതുകൊണ്ടാണ് അമേൻ സ്വരം ചെയ്യുന്നത്. ഇതിന്റെ അവസാന ക്ലാസ്സുകളിൽ നമ്മളത് അമേൻ സ്തോത്രം ചെയ്യുന്നു വെളിപ്പാട് പുസ്തകമായിട്ട് കണക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ അമേൻ സ്തോത്രം ചെയ്യുന്നു. അമേൻ മുമ്പന്മാരായിരുന്ന പലരും എന്ത് ചെയ്തു? പുറകിലോട്ട് പോയി. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു കാര്യം ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞോട്ടെ. നമ്മൾ അമേൻ നല്ലൊരു ഓട്ട മത്സരമാണെന്ന് വിചാരിച്ചോ, ആ ഓട്ട മത്സരത്തിൽ നമ്മൾ ഓടി ജയിക്കാൻ വേണ്ടി പോകുമെന്ന് വിചാരിച്ചോ, ആ സമയത്ത് നമ്മുടെ നോട്ടം മാറിപ്പോയി എന്ത് ചെയ്യും? നമ്മൾ ജയിക്കത്തില്ല കേട്ടോ. അമേൻ നമ്മൾ ഓടുന്നുണ്ട്, അമേൻ സ്വരം ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഓട്ടം നമ്മൾ പൂർത്തീകരിക്കണം. മറ്റുള്ളവരുടെ ഓട്ടത്തിലോട്ട് നമ്മൾ നോക്കണ്ട, മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് നമ്മൾ നോക്കണ്ട. എനിക്ക് എൻ്റെ ഓട്ടം പൂർത്തീകരിക്കണം എന്ന് പറയണമെങ്കിൽ ആ പാസ്വേഡ് നമ്മൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ആ പാസ്വേഡാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് പോകുക. നെറ്റ്വർക്ക് അമേൻ സ്വരം ഇതുപോലെ ചില കണക്ഷൻസ് അമേൻ സ്വരം ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിൽ എഫേസ്യ സഭയ്ക്കും അമേൻ ദൈവമായിട്ട് വലിയ കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ തുറന്നു പറഞ്ഞോട്ടെ. ഇന്ന് പലരും പറയുന്ന കാര്യമുണ്ട്, ഇന്ന് ദൈവമായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ലേലും കുഴപ്പമില്ല. അങ്ങനെയാണോ നമ്മളായിരിക്കുന്നത്? നമ്മളോട് അങ്ങനെ അവൻ ചില സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ കടന്നു പോകുന്നുണ്ടോ? ദൈവമായിട്ട് എനിക്ക് വലിയ കണക്ഷനൊന്നും, ഇന്ന് പലരും അത് അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്. ദൈവമായിട്ട് എനിക്ക് വലിയ കണക്ഷനൊന്നുമില്ല. പക്ഷെ കർത്താവ് പറയുക അമേൻ സ്തോത്രം ചെയ്യുന്നു. അമേൻ ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരു വിവാഹ ശുശ്രൂഷയിലൂടെ ഒരു കാര്യമായിട്ട് കൈമാറട്ടെ. ഈ വിവാഹം ചെയ്യുന്ന സമയത്ത് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇനി രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞിട്ടൊരു വിവാഹ ഉടമ്പടി ചെയ്യും. നമ്മൾ അന്ന് സ്നാനപ്പെട്ട സമയത്ത് ഒരു ഉടമ്പടി ചെയ്തതാ. സ്നാനപ്പെട്ട് നമ്മൾ അതിൽ നിന്ന് കയറി വന്നപ്പോൾ ഒരു ഉടമ്പടി ചെയ്തതാ. മരിച്ചാലും ജീവിച്ചാലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. പക്ഷേ ചില കാറ്റുകൾ അടിച്ചപ്പോൾ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ ആ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാല ദൈവാത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കുക കേട്ടോ. ആ ബന്ധത്തിൽ നിന്ന് വിട്ടു പോകല്ല കേട്ടോ. ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയ പലരും വീണ് പോകുമ്പോൾ, ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയ പലരും തകർന്നു പോകുമ്പോൾ, ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയ പലരുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ കടന്നു പോകുമ്പോൾ നമ്മൾ അങ്ങനെ അലഞ്ഞ് നടക്കേണ്ടവരായിട്ട് മാറുവാൻ വേണ്ടിയിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവിടെ നിന്ന് അടുത്തൊരു സുപ്രധാനമായ മേഖലയിലൂടെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുകയാണ്. അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ അടുത്തൊരു മേഖലയിലൂടെ പോകുമ്പോൾ അമേൻ സ്വരം ചെയ്യുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിലുള്ള യൂണിറ്റിയെക്കുറിച്ച് കാണിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിലുള്ള യൂണിറ്റിയെക്കുറിച്ച് കാണിക്കുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ 14 തൊട്ട് 16 വരെ വായിക്കുന്ന കാര്യം. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ആ വാക്കിലൂടെയാണ് ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ കൺക്ലൂഷനിലോട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് വരാൻ പോകുന്നത്. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ പഠിച്ചപ്പോഴേ അവൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ. അവിടെ ഇരുപക്ഷത്തെ ഒന്നാക്കി എന്ന് പറയാൻ കാരണം എന്തുവാ? അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി എന്ന് പറയാൻ കാരണം എന്തുവാ? നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയമുള്ളവർക്കൊന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? എന്തുവാ ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ? ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തോടും മനുഷ്യരോടും ഉള്ള ബന്ധം. ദൈവത്തോടും മനുഷ്യരോടുള്ള ബന്ധുവാ. പക്ഷേ അതിൻ്റെ ഒരു മീനിങ് അതല്ല. ഇരുപക്ഷത്തെയും ഒന്നാക്കി. ആ ഒരു രീതിയിൽ ആൻറ്റി പറഞ്ഞ കാര്യം കറക്റ്റാണ്. അതും ഒരു കണക്റ്റിംഗ് പോയിന്റ് തന്നെയാണ്. പക്ഷേ അതിന് മറ്റെന്തെങ്കിലും അർത്ഥങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും? ഇരുപക്ഷം എന്ന് പറയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉത്തരവുണ്ടോ? എന്തെങ്കിലും ഉത്തരവുണ്ടോ? മറ്റ് ഉത്തരം ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എന്നാ സംഭവം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹൂദന്മാരും ജാതികളും തമ്മിലുള്ള ഒരു വ്യത്യാസം ദൈവസഭയുടെ അകത്ത് ഉണ്ടായിരുന്നു.
ജൂവിഷ് ആൻഡ് ജെൻഡൈൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷനിൽ ഒരു ഡിവിഷൻ സഭയുടെ അകത്ത് നടന്ന് പോകുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ അവർ പരിച്ഛേദന ചെയ്ത് മോശയുടെ ന്യായപ്രമാണ പ്രകാരം ക്രിസ്തുവിലോട്ട് കടന്നു വന്ന ആ സാഹചര്യത്തിലും അവർ ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ജാതികളായിരുന്ന ആളുകൾ ഈ സിസ്റ്റം ഫോളോ ചെയ്യാത്തൊരു തലം വന്നപ്പോൾ അത് നിങ്ങൾ ഇതിന് ശേഷമാണ് വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ആ ഒരു കാര്യം കാണുവാൻ സാധിക്കും. യഹൂദന്മാരും ജാതികളും തമ്മിലുള്ള ആ പ്രശ്നത്തെക്കുറിച്ച് ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ അവിടെ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവസഭയുടെ അകത്ത് ജാതികളിൽ നിന്ന് ആളുകളെ വിശ്വാസത്തിലോട്ട് വരുമ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു. ഈ കാര്യത്തെയാണ് അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് പറഞ്ഞാൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ യഹൂദൻ എന്നില്ല, യവനൻ എന്നില്ല, സ്ത്രീ എന്നില്ല, പുരുഷൻ എന്നില്ല. ആ കാര്യം മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇരുപക്ഷത്തെ അവിടെ ദൈവം എന്ത് ചെയ്തു? ഒന്നാക്കി എന്ന് പറയുന്നത് പോലെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലൂടെ നമ്മൾ കടക്കാൻ പോകുക. പ്രിയമുള്ളവരെ, ഈ ഇരുപക്ഷം എന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ ഇരുപക്ഷം എന്ന് പറയുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ അത് കാണുവാൻ, റോമാ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു രീതിയിലാണ്, യഹൂദരും ജാതികളും. അതിനുശേഷമാണ് കൊരിന്ത്യ ലേഖനത്തിലോട്ട് വരുമ്പോൾ അവിടെ പക്ഷം 2 അല്ല 4 ആയി. ഞാൻ ഇനി പറയുന്ന വളരെ മർമ്മപ്രധാനമായ ഒരു പോയിന്റിലൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ കൊരിന്ത്യ സഭയുടെ അകത്തുള്ള 4 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സുനിഞ്ഞു, അപ്പൊല്ലോസിന്റെ ഒരു പക്ഷം, പത്രോസിന്റെ ഒരു പക്ഷം, പൗലോസിന്റെ ഒരു പക്ഷം, യേശുവിന്റെ ഒരു പക്ഷം. അങ്ങനെ 4 ഡിവിഷൻ കൊരിന്ത്യ സഭയുടെ അകത്ത് നടക്കുക. അപ്പൊ എന്റെ ചോദ്യം, റോമാ ലേഖനത്തിലും എഫീസ് ലേഖനത്തിലും 2 പക്ഷത്തെക്കുറിച്ച് പറയുക, കൊരിന്ത്യ ലേഖനത്തിൽ 4 പക്ഷത്തെക്കുറിച്ച് പറയുക. നമ്മുടെ ഇടയിൽ എത്ര പക്ഷമുണ്ട്? നമ്മുടെ ഇടയിൽ എത്ര പക്ഷമുണ്ട്? പുതിയൊരു വിശ്വാസം വരുമ്പോൾ നമ്മൾ പറയും, ഞാൻ പുതിയതാ, നീ പഴയതാ. പറഞ്ഞിട്ടുണ്ടോ? പുതിയൊരാൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് കുറച്ച് സീനിയോറിറ്റി ഉണ്ട്, നിനക്ക് സീനിയോറിറ്റി ഇല്ല? പറഞ്ഞിട്ടുണ്ടോ? എത്ര പക്ഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് IPC ഉണ്ട്, AG ഉണ്ട്, ഷാരോൺ ഉണ്ട്, മറ്റ് ഡിനോമിനേഷൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഒരു ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഇന്ന് ലോകത്ത് ഏകദേശം 33,000-3000-ഓളം എത്രയുണ്ട് ഡിനോമിനേഷൻസ് ഉണ്ട്. 33,000-ഓളം ഡിനോമിനേഷൻസ് ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവരെല്ലാം പറയുന്നത് ക്രിസ്തുവിനെയാണ്. അപ്പോൾ ഇതിൽ ഏത് ഡിനോമിനേഷനാണ് ശരി? ഡിവിഷൻ വന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അന്ന് ചെയ്യുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. സഭ തുടങ്ങിയപ്പോൾ ഒറ്റ സഭയാണ്. ഇന്ന് സഭ, അത് വളരെ തമാശ രൂപേണ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഒരിക്കലും എൻ്റെ അധ്യാപകൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഇല്ലിസ്ട്രേഷൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അവിടെ തൊട്ടടുത്ത് ഫുൾ ഗോസ്പൽ എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. അപ്പോൾ ഈ ചർച്ചിനകത്ത് ഒരു സഹോദരൻ, അല്പം തമാശയാണെങ്കിലും പ്രിയമുള്ളവരെ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നതാണ്, നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഫുൾ ഗോസ്പൽ എന്ന് പറയുന്ന ഒരു സഭ, ആ സഭയുടെ അകത്ത് ഒരു വ്യക്തി വല്ലാത്ത മദ്യപാനിയും വല്ലാത്ത രീതിയിൽ ലോകത്തിന് ആ ഒരു രീതിയിൽ അനുരൂപമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ജയിലിലൊക്കെ പോയി, ജയിലിൽ പോയിട്ട് മടങ്ങി വന്നപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഈ ഫുൾ ഗോസ്പൽ ചർച്ചിലെ പാസ്റ്റർ എന്ത് ചെയ്യത്തില്ല? പുള്ളിക്കാരന് അവസരം കൊടുക്കത്തില്ല. എന്നാന്ന് വെച്ചാൽ പുള്ളി മാനസാന്തരപ്പെട്ടല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ, മുടിയൻപുത്രന്മാർ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? അവരെ മുടിയൻപുത്രന്മാരായിട്ട് തന്നെ ഇടത്തുള്ളൂ. പക്ഷേ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പുള്ളിക്കാരന് അങ്ങനെ അവസരങ്ങൾ മറ്റു രീതിയിൽ കിട്ടി. പുള്ളിയുടെ സാക്ഷ്യം കിട്ടി അനേകർ ക്രിസ്തുവിലോട്ട് വന്നു. ഈ ഫുൾ ഗോസ്പൽ എന്ത് ചെയ്തു? അടുത്ത ആഴ്ച നോക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരു ബോർഡ്, ഹാഫ് ഗോസ്പൽ. എന്തോ പ്രത്യേകത? ഈ ഫുൾ ഗോസ്പലുള്ള പകുതി ആളുകൾ എവിടേക്ക് പോയി? അദ്ദേഹത്തിൻ്റെ കൂടെ ഹാഫ് ഗോസ്പലിലോട്ട് പോയി. മനസ്സിലായോ? നമ്മുടെ ഇടയിൽ ഹാഫും ഫുള്ളൊക്കെ ആയിട്ട് ഇന്ന് കുറേ ഉണ്ടെന്ന്. ഹാഫും ഫുള്ളൊക്കെ ആയിട്ട് പലതും വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് വന്നിരിക്കുന്നത് രണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, കർത്താവ് വന്നിരിക്കുന്നത് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെ ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ സമയത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. എന്തുവാ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില ഇരുപക്ഷങ്ങൾ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില ഡിസ്പാരിറ്റീസ് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില വിവേചനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു അധ്യായം നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് ദൈവാത്മാവ് കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുക കേട്ടോ. ചില ഇരുപക്ഷമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അതിന് മാറ്റം വരണം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഞങ്ങൾ അടുത്തൊരു സെക്ഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇരുപക്ഷത്തെ കർത്താവ് ഒന്നാക്കി എന്നുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏതെങ്കിലും മേഖലകളകത്ത് ഞങ്ങൾ ചില ഇരുപക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണമേ. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ, വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. കർത്താവ് ഇടപെട്ടാട്ടെ. തുടർന്നുള്ള സെക്ഷനിലും ദൈവാത്മാവ് ഇടപെടുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. അവൻ നമ്മുടെ സമാധാനം, അവൻ
ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇനി അടുത്തൊരു ഭാഗത്തോട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുക. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുക. അമേൻ സുരഞ്ജുന്നു എന്നാ സംഭവം എന്നറിയാമോ? അവിടെ അമേൻ ക്രിസ്തുവില അമേൻ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് ഞാൻ അമേൻ സുരഞ്ജുന്നു പറയുന്നില്ല. അമേൻ സുരഞ്ജുന്നു അതിനുശേഷമാണ് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ളൊരു രീതിയിൽ നമ്മൾ അമേൻ സംസാരിച്ചു വരുമ്പോൾ അമേൻ സുരഞ്ജുന്നു അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല ഇങ്ങനെയാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ അമേൻ സുരഞ്ജൻ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുചുവർ ഇടിച്ച് കളഞ്ഞത്. അമേൻ നടുചുവർ ഇടിച്ച് കളഞ്ഞത്. ആ ഒരു കാര്യത്തിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വരാം. അവിടെ ആ ഒരു ഭാഗത്തെ ഞാൻ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു തലം എന്ന് പറഞ്ഞാൽ അമേൻ സ്തോത്രം ചെയ്യുന്നു നടുചുവർ. നടുചുവർ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിനി അതിനെക്കുറിച്ചാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അമേൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. താൻ എന്ത് ചെയ്തു? ആ നടുചുവർ ഇടിച്ചു കളഞ്ഞു. ഇന്ന് പകൽക്കാലം അമേൻ സ്തോത്രം ചെയ്യുന്നു. ആ നടുചുവർ എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് ഇംഗ്ലീഷിൽ കാണുന്ന ഒരു വാക്ക് എന്നാണ് വാൾ എന്നോ. വാളിന്റെ പ്രത്യേകത എന്തുവോ? മതിലിന്റെ പ്രത്യേകത എന്തുവാ? ആ മതിൽ ആരാ പണിയുന്നത്? മതില് മനുഷ്യനാ പണിയുന്നത്, അല്ലേ? നമ്മൾ പണിതിരിക്കുന്ന ചില മതിലുകളില്ലേ? നമ്മൾ ചില മതിലുകൾ നമ്മൾ പണിതേച്ചു വെക്കുക, അല്ലേ? ഇന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ ചില മതിലുകളായിട്ടാണോ നമ്മളിരിക്കുന്നത്? പണ്ട് അമേൻ സുരഞ്ജുന്നു മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആ മനുഷ്യൻ മതിലുകൾ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി. ആ നോവല് ഒരു ജയിലിൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന രണ്ട് പേര് അവർ പരസ്പരം പ്രണയത്തിലാകുന്ന ഒരു കാര്യം. മതിലിൻ്റെ അപ്പുറം ഇപ്പുറമോ അവരുടെ മതി എന്തുണ്ടായിരുന്നു? ഒരു അതിർത്തി ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചില മതിലുകൾ ഇന്ന് നമ്മുടെ ഇടയിൽ കിടക്കുന്നുണ്ടോ? ആ മതിലിനെ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള വെറുപ്പ്, മറ്റുള്ളവരുടെ അസൂയ, മറ്റുള്ളവരുടെ പക, മറ്റുള്ളവരെ നമ്മൾ അവരുടെ ജാതി പറയുന്നത്, അവരുടെ വർഗം പറയുന്നത്, അവരോട് ഭയങ്കര ദേഷ്യത്തിൽ നമ്മളായിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഇന്ന് നമ്മുടെ വചനത്തിലൂടെ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യമാണ്. മറ്റുള്ളവരെ നമ്മൾ വേർതിരിക്കുന്നത്, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തോട് എനിക്കത് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മതിലുണ്ടോ പ്രിയമുള്ളവർ? ഇന്ന് മതിൽ കിടക്കുന്നുണ്ടോ? മതിൽ കാണാൻ പറ്റുന്നുണ്ടോ? ആ മതിൽ എവിടെയാണ് കിടക്കുന്നത്? ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുക. എൻ്റെ സഹോദരനോട് എനിക്കൊരു ഇടർച്ചയുണ്ട്, എൻ്റെ പ്രിയമുള്ളവരോട് എനിക്കൊരു ഇടർച്ചയുണ്ട്. എന്നിട്ട് അതിനുശേഷമായിട്ട് ഈ മതിൽ വന്നപ്പോൾ വന്ന പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, മതിൽ വന്നപ്പോൾ അവിടെ അകലം വന്നു. നമ്മുടെ ജീവിതത്തിൽ മതിൽ വന്നപ്പോൾ ദൈവമായിട്ട് അകലം വന്നിട്ടുണ്ടോ? ദൈവമായിട്ട് നമ്മളൊരു ഡിസ്റ്റൻസിലാണോ പോകുന്നത്? ദൈവമായിട്ട് നമ്മളൊരു വല്ലാത്ത മേഖലയിലാണോ കടന്നു പോകുന്നത്? അടുത്താണോ നമ്മുടെ കൂടെ? കർത്താവ് നമ്മുടെ അടുത്തുണ്ടോ? ഇന്ന് കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ പടകിൽ യാത്ര ചെയ്തപ്പോൾ കർത്താവ് ഉറങ്ങുമായിരുന്നു എന്നൊരു കാര്യം എഴുതി വെച്ചേക്കുക. ആ ഭാഗം വായിച്ചപ്പോൾ ദൈവാത്മാരുടെ ഇടപെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഉറങ്ങുവാണോ അത് ഉണർന്നിരിക്കുവാണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴേലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പല വിഷയങ്ങൾക്ക് മറുപടി വരാത്ത എന്നാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഉപയോഗിച്ചിട്ട് ചില വിഷയത്തിനകത്ത് മാറ്റം വരാത്ത എന്നാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് ഉറങ്ങുന്നതുകൊണ്ടാണ്. കർത്താവിനെ ഇന്നൊന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ നമുക്ക്? കർത്താവിനെ ഇന്നൊന്ന് എഴുന്നേൽപ്പിക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയങ്ങളോട് ആ ഒരു ഭാഗം പറഞ്ഞു എന്നറിയത്തില്ല. യോന കപ്പലിൻ്റെ അകത്ത് കിടന്നപ്പോൾ പുള്ളി എന്ത് ചെയ്തു? പുള്ളി ഉറങ്ങിപ്പോയി. പക്ഷെ അവിടെ പുള്ളി ഉണർന്നിരിക്കേണ്ട. പക്ഷേ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ദൈവം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ചില സാഹചര്യം നമ്മളെ ചിലതിൽ അകത്ത് വെച്ച് നമ്മളെ പഠിപ്പിക്കും കേട്ടോ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം അമ്മേൻ സുരഞ്ജുന്ന ഏതെങ്കിലും മേഖലകളിൽ മതില നിമിത്തമായിട്ട് നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറയുക, ഈ പകൽക്കാലം നമ്മൾ അടുത്ത് വരണം കേട്ടോ. അടുത്ത് വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അരിമനാഥനുണ്ട്. ആ കർത്താവ് നമ്മളെ തള്ളിക്കളയാത്ത ദൈവമാണ്. ആ ദൈവം പറയുക, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അമേൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഭ്രമിച്ചു നോക്കേണ്ട എന്ന് അരുളി ചെയ്ത ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മളെ ചേർത്ത് വിളിക്കുകയാ. കുഞ്ഞെ, നീ എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ടോ? അവിടെ ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറയട്ടെ. ആ ഡിസ്റ്റൻസ് ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ചില മുഖമൂടികൾ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നത് കൊണ്ടാണ്. പുതിയ നിയമത്തിൽ കാണുന്നൊരു കാര്യമുണ്ട്. ഈ മോശയുടെ തലയിൽ മോശയുടെ തലയിൽ ആ ഒരു തുണി ഇട്ടിരിക്കുന്ന ആ ഒരു കാര്യം നിമിത്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അവനെന്ത് ചെയ്തു? അവൻ്റെ തലയിൽ ഒരു മൂട് വസ്ത്രം ഇട്ടേക്കുവാ. നമ്മൾ ഇട്ടേക്കുവാണോ? നമ്മൾ ചില മുഖമൂടികൾ ഇട്ടേക്കുവാണോ? ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ? ദൈവമായിട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കായിൻ്റെയും ഹാബേലിൻ്റെ ജീവിതം നമ്മൾ അടുത്ത മേഖലയിൽ ഞാൻ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ആ ഒരു കാര്യത്തെ കണക്ട് ചെയ്ത് പോട്ടെ. രണ്ടുപേരും യാഗം കഴിച്ചു. ദൈവം ആരുടെയല്ല പ്രസാദിച്ചത്? ദൈവം ഹാബേലിൻ്റെയാണ് പ്രസാദിച്ചത്. പക്ഷെ ആ സമയത്ത് അവന് തൻ്റെ സഹോദരനോട് ഒരു ഡിസ്റ്റൻസ് വരികയാണ്.
ദൈവത്തോടൊരു ഡിസ്റ്റൻസ് വരികയാ. എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ അമേൻ സുരഞ്ഞ കായിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? എന്നിട്ട് ആ സമയത്ത് അവൻ പറയുക, അമേൻ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളോട് ചോദിക്കുക, എൻ്റെ പ്രിയരെ, നമ്മുടെ സഹോദരന്മാർ എവിടെ? നമ്മുടെ അമേൻ സുരഞ്ഞ കുടുംബാംഗങ്ങൾ എവിടെ? നമ്മുടെ ബന്ധുമിത്രാദികൾ എവിടെ? നമ്മുടെ ചാർച്ചക്കാരെവിടെ? അവർ അമേൻ സുരഞ്ഞ ഇന്ന് അകന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. അകലം അമേൻ സുരഞ്ഞ പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ അകലം മാറ്റേണ്ട ഒരു സമയമോ കേട്ടോ ഇത്. അമേൻ സുരഞ്ഞ ചെയ്യുന്നു, ആ അകലം നമ്മളെ ദൈവത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. ഒന്ന് അടുത്തു വരാൻ പറ്റുമോ? ആ കുറ്റബോധം ഹാബേൽ അമൻ കായിന് കടക്കുക. ഇന്ന് ദൈവത്തിൽ നിന്ന് പലരെയും അകറ്റുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ ഇന്നലെ ബൈബിൾ വായിച്ചില്ല, അതുകൊണ്ട് ഞാനൊരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പോവുക. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചില്ല. പ്രിയമുള്ളവർ, ശരിയാ, ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകത്തില്ല കേട്ടോ, ഇന്നലെ നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ടാകില്ല കേട്ടോ, ഇന്നലെ നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകില്ല കേട്ടോ. പക്ഷേ അതൊരു കുറ്റബോധമായിട്ട് ഹൃദയത്തിന് അകത്ത് കിടക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവരോട് ദൈവാത്മാവ് ഇടപെടുക. ഇല്ല കുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് ആ കുറ്റബോധം കൊണ്ട് നടക്കേണ്ടവളല്ല നീ. അമേശ്വരം ആ അകലത്തെ ഇന്ന് പകൽക്കാലം കർത്താവ് മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ കുറ്റബോധത്തിന്റെ അമേൻ സ്വതന്ത്രം ചെയ്യുന്നു, ആ അകൽച്ചകൾ അമേൻ ഇന്ന് പകൽക്കാലം മാറുമ്പോൾ അമേൻ ഒരു കാലഘട്ടത്തിൽ അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. ദൈവം ഉപയോഗിച്ച അമേൻ പല ദൈവ മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്ന് മാറിയപ്പോൾ ഇന്നും കർത്താവ് അവരെ വിളിച്ചുകൊണ്ടിരിക്കും, എൻ്റെ അടുക്കലോട്ടൊന്ന് വരാൻ പറ്റുമോ? നമ്മൾ പലപ്പോഴും ചോദിക്കത്തില്ല, കർത്താവേ എൻ്റെ അടുക്കലോട്ടൊന്ന് വരാവോ? എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ കർത്താവ് നമ്മുടെ അടുക്കലോട്ട് വരാത്തത്? നമ്മുടെ ഇടയിൽ ഒരു മതിൽ കിടക്കുക. ആ മതിലിനെ സങ്കീർത്തനകാരൻ പറയാം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ആ മതിൽ ഞാൻ ചാടിക്കിടക്കും. ഇന്ന് പകൽക്കാലം നമ്മൾ ആ മതിൽ ചാടിക്കിടക്കാൻ പോകുകയാ. എത്ര പേർക്കൊരു ബോധ്യമുണ്ട്? ഇന്ന് 2-ാം അധ്യായം നമ്മൾ അവസാനിക്കുന്നതിന് മുമ്പ് ചില മതിലുകൾ നമ്മുടെ മേഖലകളിൽ നിന്ന് ആത്മീക മേഖലകളിൽ നമ്മളെ കുടുക്കി വെക്കുന്ന ചില മതിലുകൾ, ആ മതിലുകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ജോസഫിനോടുള്ള വാഗ്ദത്തത്തിൽ പറയുകയാണ്, ജോസഫ് മതിലിന്മേൽ വളരുന്ന വൃക്ഷം എന്ന് പറഞ്ഞാൽ ആ മതില് അതിന്റെ പുറത്തൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. ഒരു കാലഘട്ടത്തിൽ ജോസഫിന്റെ സഹോദരന്മാർ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിന്റെ ദർശനത്തിന് കാര്യമില്ല, നീ ഒരു സ്വപ്നക്കാരനാ, നിന്റെ ജീവിതത്തിൽ മാറ്റം വരത്തില്ല, അങ്ങനെ ഒരു മതിലിട്ടതാ. എന്നാൽ അതിന്റെ മുകളിലൂടെ അവൻ വളർന്നു വന്നതുപോലെ ഇന്ന് പകൽക്കാലം ചില മതിലിന്റെ മുകളിലൂടെ നമ്മൾ വളർന്നു വരണം. ചില മതിലിന്റെ മുകളിലൂടെ നമ്മൾ വളർന്നു വന്നാൽ മാത്രമേ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഈ അമേൻ സുരഞ്ജിത മതിലുകൾ വന്നതുകൊണ്ട് നമുക്കൊരു അകലം വന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു മാറി, നമുക്കൊരു ന്യായവിധി വന്നു. അല്ലേ? ഒരിക്കലായിട്ടാണ് നമ്മൾ കർത്താവ് മരിച്ചത്. പക്ഷേ ആ ന്യായവിധിയിലോട്ട് നമ്മൾ കടക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ അമേൻസൺ വന്ന അടുത്തൊരു പ്രത്യേകത എന്നാണെന്നറിയാമോ? അവനൊരു സുപ്പീരിയോറിറ്റി വന്നു. നമുക്ക് എപ്പോഴെങ്കിലും ചിന്ത വന്നിട്ടുണ്ടോ? ഞാൻ നന്നായിട്ട് ആരാധിക്കുന്നവനാ, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവനാ, എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരിയേക്കാൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, അവനേക്കാൾ നന്നായിട്ട് ഞാൻ പാട്ടുപാടും, അവനേക്കാൾ നന്നായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യും. പ്രിയമുള്ളവരെ, ഇന്ന് അവരെക്കാട് നന്നായിട്ട് ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ടാകും. പക്ഷെ ഓർക്കുക, ചില മതിലുകൾ ഇങ്ങനെ കിടക്കുകയാ. ആ മതിലുകളെയാ ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയേണ്ടത്. അമേശ്വരം ഏതൊക്കെയോ മേഖലകളകത്ത് നമ്മൾ എന്തോ ആണെന്നൊരു ഭാവം വരുമ്പോൾ ദൈവാത്മാവ് പത്രോസിലൂടെ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അമേശ്വരം അമേശ്വരം അങ്ങനെ പറയാൻ കാരണം എന്തുവാ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമില്ലേ? ആ കർത്താവ് നമുക്ക് വേണ്ടി താന്നതുകൊണ്ട്, ആ കർത്താവ് നമുക്ക് വേണ്ടി അവൻ ഈ ലോകത്തിലൂടെ വന്നതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കൊന്ന് താഴാൻ പറ്റുമോ? നമുക്കൊന്ന് നമ്മളെ തന്നെ താഴ്ത്താൻ പറ്റുമോ? തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹൃദയത്തിന്റെ ഏതെങ്കിലും മേഖലകളിനകത്ത് ചില മതിലുകൾ ഇരിക്കുന്നുവെങ്കിൽ, അമേശ്വരം ചിലരെ വേർപിരിക്കുന്ന ചില മതിലുകൾ ഇരിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് ഇടപെടുക. എന്തുവോ പ്രത്യേകത? അമേശ്വരം ഇന്ന് പകൽക്കാലം ആ മതില് മാറണം, നമ്മൾ താഴണം. ഭക്തനായ പൗലൂസ് പറയുമോ, ഞാൻ കുറയണം കർത്താവേ, അങ്ങ് വളരണം. നമുക്ക് പറയാൻ പറ്റൂ ഇന്ന് പകൽക്കാലം, കർത്താവേ എന്നെ ഒന്ന് കുറച്ചേക്കണേ കർത്താവേ, എന്നിലൂടെ കർത്താവ് ഒന്ന് വളരണേ കർത്താവേ. കർത്താവ് എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ ഉപവാസത്തിലൂടെ, എൻ്റെ ആരാധനയിലൂടെ കർത്താവ് ഒന്ന് വളരണം കർത്താവെ. എത്ര പേർക്ക് പറയാൻ പറ്റും പ്രിയമുള്ളവർ? ഇന്ന് അമിത്ഷാ നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് പറയാൻ പറ്റും, കർത്താവെ ഇന്നലെ വരെ കർത്താവെ ഞാൻ വളർന്നിട്ടുണ്ട്, കർത്താവ് ഇനി ഞാൻ വളരണ്ട, എൻ്റെ കർത്താവ് വളരണം. എന്താ പ്രത്യേകത? എൻ്റെ പ്രിയമുള്ളവരെ, അമിത്ഷാ കർത്താവിനെ നമ്മൾ വളർത്തിയാൽ കർത്താവ് നമ്മളെ വളർത്തും എന്ന് പറഞ്ഞാൽ, കർത്താവിനെ നമ്മൾ ഉയർത്തിയാൽ കർത്താവ് നമ്മളെ ഉയർത്തും. എന്തുകൊണ്ട് ആ ഒരു കാര്യം പറയുന്നത്? ഈ വചനത്തെ ഞാൻ എടുത്തത് കൊണ്ട് അമേൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുവെങ്കിൽ അമേൻ സ്തോത്രം, ഈ വചനം എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയും തലകുനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നില്ല എങ്കിൽ ദൈവാത്മാവ് കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് താഴണം കേട്ടോ, നമ്മളൊന്ന് താഴണം കേട്ടോ. ആ മതിലിങ്ങനെ ഉയർന്നിങ്ങനെ വരികയാ. അമേൻ സ്തോത്രം. ചൈനയുടെ ഒരു പ്രത്യേകത ഇങ്ങനെയായിരുന്നു, അവരുടെ വൻമതിൽ, അത് ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ചിന്ത ഇങ്ങനെയാ, അമേൻ സ്തോത്രം, അതിൻ്റെ അകത്തോട്ട് ആരും കടക്കത്തില്ല. അമേൻ സ്തോത്രം, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ? നമ്മൾ പണിതിരിക്കുന്ന ചില മതില, എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, രോഗം എന്നെ തൊടത്തില്ല, എൻ്റെ കുടുംബത്തെ ശത്രു തൊടത്തില്ല,
ഏതൊക്കെയോ മതിലുകൾ ഉയർന്നു നിൽക്കുവാണേല ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുക. ആ മതിൽ മാറണം കേട്ടോ. അതാ നമ്മുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത്. അതാ നമ്മുടെ ആത്മീക മേഖലയുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത്. ആ മതിൽ മാറ്റുമ്പോൾ കുറച്ച് വേദന ഉണ്ടാകും. എന്തുവാ? മതിൽ പൊളിക്കണം. മതിൽ പൊളിക്കുമ്പോൾ അതിൻ്റെ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് കുറച്ച് വേദന ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം, ചില മതിലുകൾ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ്. മീൻസ് മെരീഗോവിൻ്റെ മതിൽ ഉയർന്നു നിന്നതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് അതിനകത്തോട്ട് കടക്കുവാൻ കഴിയാതിരുന്നത്. എന്നാൽ അതിൻ്റെ അകത്തോട്ട് അഭിഷിക്തന്മാർ അമേശ്വരം കാല് വെച്ചപ്പോൾ, അമേശ്വരം 7 തവണ ചുറ്റി നടന്നപ്പോൾ അവിടെ ആ മതിൽ വീണ് പോയി എങ്കിൽ അവൻ ദൈവാത്മാവ് ഇടപെടുക. നമ്മൾ അമേശ്വരം ദൈവസന്നിധിയിൽ നടക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ നമ്മളെ താഴ്ത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമ്മളിൽ ഉയർന്നു നിൽക്കുന്ന ചില എരിഹോവിൻ്റെ കോട്ടകൾ അവൻ വീഴുവാനിടയായി തീരും. എന്തോ അതിൻ്റെ പ്രത്യേകത. എരിഹോ കോട്ട അവൻ സ്ഥാപിച്ച സമയത്ത് അവർ ചിന്തിച്ച കാര്യമാണ്, ഇതിനകത്തോട്ട് ആരും കടക്കത്തില്ല. നമ്മൾ അങ്ങനെയല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ചില കാര്യം ഉള്ളതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല. പ്രിയമുള്ളവരെ, ആ മതിൽ ഇന്ന് രാത്രികാലം മാറാതെ നമ്മൾ ഈ എഫേസ്യ ലേഖനം പഠിച്ചിട്ട് കാര്യമില്ല. മതിലുകൾ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് അവിടെ കർത്താവ് പറയുവാണ്, കർത്താവായ യേശുക്രിസ്തു ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ആ മതിലിൻ്റെ അടുത്തൊരു പ്രത്യേകത, അത് എനിമിറ്റിയാ, ശത്രുത. കായീന് ഹാബേലിനോടുണ്ടായത് അതേ ശത്രുതയാ. നമുക്ക് നമ്മുടെ മറ്റുള്ളവരോട് ശത്രുതയുണ്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, ജോസഫ് നമ്മളെ പഠിപ്പിച്ചിരുന്ന ഏറ്റവും നല്ല കാര്യം എന്നറിയാമോ? അദ്ദേഹത്തിന് റിവഞ്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നേ. പക്ഷെ ആ മനുഷ്യൻ പറയുക, എനിക്ക് നിങ്ങളോട് റിവഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇവിടെ അയച്ചത് അമേശ്വരം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അമേശ്വരം പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു തരുന്നൊരു കാര്യം അതാ. ഇന്ന് പകൽക്കാലം നമ്മൾ റിവഞ്ച് വെച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ. അമേശ്വരം ആത്മീക ലോകത്തിനകത്ത് എൻ്റെ പ്രിയമുള്ള ഒരു കാര്യം എനിക്ക് തുറന്ന് പറയുന്നതിൽ അല്പം വേദനയുണ്ട്. ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവൻ്റെ ഹൃദയത്തിനകത്ത് റിവഞ്ച് വെച്ചുകൊണ്ട് പരസ്പരം വീഴ്ത്തുവാൻ വേണ്ടി നോക്കുമ്പോൾ, പരസ്പരം താഴ്ത്തുവാൻ വേണ്ടി നോക്കുമ്പോൾ, പരസ്പരം ചവിട്ടി താഴ്ത്തുവാൻ വേണ്ടി നോക്കുമ്പോൾ, നമ്മുടെയൊക്കെ ജനറൽ ബോഡികൾ എന്തുവാ നടക്കുന്നത്? നമ്മുടെയൊക്കെ കൂട്ടായ്മകളകത്ത് എന്തുവാ നടക്കുന്നത്? പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട്, പരസ്പരം കരിവാരി തേച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചില എനിമിറ്റിയുടെ മതിലുകളുണ്ടല്ലോ, അവൻ ഇരുപക്ഷത്തെയും കർത്താവ് ഒന്നാക്കി എന്ന് ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ചില ശത്രുതാ മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകണം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ചില വിഷയത്തിനകത്ത് നമ്മൾ ചെയ്യാത്ത തെറ്റിനൊക്കെ ക്ഷമ പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരിയോട് പറഞ്ഞേ, ക്ഷമ പറഞ്ഞു ഇപ്പോൾ ക്ഷമ എന്ന് പറയുന്ന വാക്കിന് പോലും ഒരു വിലയില്ലാതായെന്ന്. ചെയ്യാത്ത ഒത്തിരി തെറ്റിന് ഞാൻ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊരു കാര്യം പറയാം, ഇന്ന് അഭിമാനത്തോടെ ഞാൻ പറയാം, ചെയ്യാത്ത തെറ്റിനോട് ഞാൻ ക്ഷമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടത്തും തല കുനിക്കാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. എവിടെയെങ്കിലും ക്ഷമ പറഞ്ഞിട്ടില്ല, അത് കുറച്ചിലല്ല കേട്ടോ. കർത്താവ് പറയുക, യുദ്ധം യഹോവയ്ക്കുള്ളതാ. സങ്കീർത്തനം 46 പറയുക, അമേൻ സുറിച്ച് നിങ്ങൾ മിണ്ടാതിരുന്ന് ദൈവം ആരെന്ന് അറിഞ്ഞുകൊള്ളണം. നമ്മൾ മിണ്ടാതിരിക്കണം കേട്ടോ. ചില സമയത്ത് നമ്മൾ റിവഞ്ചുമായിട്ട് നിൽക്കല്ല കേട്ടോ. അമേൻ സ്വതന്ത്രം ചെയ്യുന്നു, അവർ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു, അവർ ഞങ്ങളോട് അങ്ങനെ ചെയ്തു, അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുമ്പോൾ മതിലാ അത്. ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുന്ന മതിലാ അത്. ആ മതില് ഇന്ന് രാത്രികാലം അത് പൊടിയുവാനിടയാത്തിരണം. അടുത്തൊരു മേഖലയിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ വാളിനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുവാൻ പോകുക ആഴത്തിൽ. അതിൻ്റെ അമേൻസ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അമേൻസ് പറഞ്ഞു ആ നോട്ടിലൂടെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുവായിരുന്നു വാള്? ആ കാലഘട്ടത്തിൽ യഹൂദന്മാരും അമേൻസുരം ചെയ്യുന്നു, അവിടെ അമേൻസുരം ചെയ്യുന്നു ജെൻഡയിൽസും ജാതികളും തമ്മിലുണ്ടായിരുന്ന ഒരു മതിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു മതിൽ പാപവും പാപവും അതിൻ്റെ മോഹങ്ങളും തമ്മിലുള്ള ഒരു മതിൽ ഉണ്ടായിരുന്നു. അത് ലോകത്തിൻ്റെ മതിലാണ്. അടുത്ത മതിൽ ദൈവത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ച ഒരു മതിൽ ഉണ്ടായിരുന്നു. ആ മതിലിന് അവിടെ മാറ്റം വരിക. അതിനുശേഷമായിട്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് വേണ്ടിയിട്ട് വരുന്നത്. അത് അവൻ ആ രണ്ടാമത്തെ ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഇങ്ങനെ കാണും, വാട്ട് ജീസസ് ഡിഡ്. അദ്ദേഹത്തിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചീന്തി ആ മതിൽ പൊളിക്കുവാൻ വേണ്ടിയിട്ട്. അമേൻ പറഞ്ഞു, അദ്ദേഹം നമുക്ക് സമാധാനത്തെ നൽകി. അദ്ദേഹം എന്ത് ചെയ്തു? ആ പാപത്തിൻ്റെ അമേൻ പറഞ്ഞു നുഖങ്ങളെ അമേൻ പറഞ്ഞു തകർത്ത് കളഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം നമ്മളെ ഒന്നാക്കി. അത് വാക്യത്തിലൂടെ തന്നെ വായിച്ചാൽ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. 14 തൊട്ട് താഴോട്ട് ഞാൻ വായിക്കട്ടെ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി, വേർപാടിൻ്റെ നടുചുവർ ഇടിച്ചു കളഞ്ഞത്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതെയാക്കി. ക്രൂശില് ശത്രുത്വമില്ലാതെയായപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ കാര്യം എന്താണെന്നറിയാമോ? നമ്മളൊരു പുതിയ മനുഷ്യനായി, നമുക്കൊരു പുതിയ കുടുംബം ഉണ്ടായി, നമുക്ക് പുതിയൊരു ശരീരമുണ്ടായി. ചോദ്യം നമ്മളോടാ, നമ്മൾ ഈ 3 അവസ്ഥയിലാണോ ഇന്ന്? അതോ മതിലുകളായിട്ടാണോ ഇപ്പോഴും ഇരിക്കുന്നത്? അവിടെ പറയുന്നൊരു സുന്ദരമായൊരു വാക്യമുണ്ട്,
ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കിയെന്ന്. എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, ക്രൂശിന്മേൽ ശത്രുത്വം ഇല്ലാതെയാക്കിയെങ്കിൽ ഇന്ന് മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശത്രുതാ മനോഭാവങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? കർത്തൃമേശയുടെ അന്ന് മാത്രമല്ല കേട്ടോ, ഇന്ന് ദൈവാത്മാവ് കൃത്യമായിട്ട് ഇടപെടുക. ആരോടെങ്കിലും ഒരു ശത്രുതാ മനോഭാവത്തിലോ നമ്മൾ ഇരിക്കുന്നതെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? അമേൻ സ്വരം ചെയ്യുന്ന ചില ഇന്ന് ഈ ലോകത്ത് ആയിരിക്കുന്ന ചില വാളുകളുണ്ട്. അത് നമ്മുടെ ജാതി പറയുന്നതും നമ്മുടെ ലാംഗ്വേജിൻ്റെ പേരിലും കാസ്റ്റിൻ്റെ പേരിലും ഇതൊക്കെ ഈ ലോകത്തുള്ള ചില മതിലുകളാണ്. അതിനുശേഷമായിട്ട് കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടിയിട്ട് അനുദപിച്ച്, ഞാനൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കുക, കർത്താവ് ക്രൂശി കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും ഒടുവിലായി പറഞ്ഞൊരു വാക്കുണ്ട്, സകലതും നിവൃത്തിയായി. സകലതും നിവൃത്തിയായി. ഒറ്റ വാക്ക, സകലതും നിവൃത്തിയായി. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കെതിരായി നിൽക്കുന്ന ശത്രുത അത് നിവൃത്തിയായി. നമുക്കെതിരായി നിൽക്കുന്ന വ്യക്തികൾ അത് നിമിത്തമായി നമ്മൾ ഭാരപ്പെടുന്നത് അത് നിവൃത്തിയായി. കർത്താവ് പറയുക സകലതും നിവൃത്തിയായി. ഇന്ന് നമുക്കൊന്ന് പറയാൻ പറ്റും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് പലതും നിവൃത്തിയായിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഇന്ന് പലപ്പോഴും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിനുശേഷം ഇവിടെ കർത്താവ് നമുക്ക് എന്ത് ചെയ്തു? കർത്താവ് അമേൻ പറഞ്ഞു നമ്മൾ കർത്താവ് അവിടെ തകർന്നത് എന്തിനെന്നറിയാമോ പ്രിയമുള്ളവരെ? ഞാൻ ആ ഒരു കാര്യത്തെ ഒന്ന് വളരെ വ്യക്തമായിട്ട് ഇടപെടട്ടെ. പലപ്പോഴും പല ക്ലാസ്സുകളിൽ ഞാൻ അമേൻ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അടിക്കുന്ന സമയത്ത് അമേൻ ആ ചാട്ടവാറിനൊരു പ്രത്യേകതയുണ്ട്. ആ ചാട്ടവാറിനെ ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അതിൻ്റെ അമേൻ പറഞ്ഞ അറ്റത്ത് കുപ്പിച്ചില്ലുകളും അവൻ കൊളുത്തുകളും ഒക്കെ ഉള്ളൊരു ചാട്ടവാറ. ആ ചാട്ടവാറ് കൊണ്ട് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ അടിച്ച് തകർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം പൊളിഞ്ഞത് എനിക്ക് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയുമായിരുന്നു. അമേൻ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മളായിരുന്നു അവിടെ അടി കൊള്ളേണ്ടത്, നമ്മളായിരുന്നു അവിടെ തകരേണ്ടത്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അമേൻ പറഞ്ഞ ചരിത്രകാരന്മാർ പറയുന്നൊരു കാര്യം എങ്ങനെയാ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലോട്ട് അമേൻ പറഞ്ഞ ആ കൊളുത്തുകൾ കൊണ്ട് അടിക്കുന്ന സമയത്ത് ശരീരം ഇങ്ങനെ അമേൻ പറഞ്ഞ് പറഞ്ഞു വരുമായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത അമേൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ തലയിലൂടെ ആ മുൾക്കിരീടം അടിച്ച് ഇറക്കിയ സമയത്ത് അമേൻ പറഞ്ഞ ആ മുൾക്കിരീടത്തിന്റെ മുള്ളുകളിൽ ഒന്ന് തന്നെ തലയോട്ടി അമേൻ പറഞ്ഞ പൊളിച്ചുകൊണ്ട് കണ്ണിലൂടെ പുറത്തോട്ട് വന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ അമേൻ പറഞ്ഞ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചില മേഖലകൾക്ക് വേണ്ടിയിട്ട്, നമ്മൾ അമേൻസ് കണ്ണുകൊണ്ട് പാപം ചെയ്തതിന് വേണ്ടിയിട്ട്. അതിനുശേഷമായിട്ട് കൈകാലുകളെ അമേൻസ് ആണിമേൽ അമേൻസ് പറഞ്ഞ അടിച്ച് അമേൻ തറയ്ക്കുമ്പോൾ അവിടെ കാണിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. എന്നാണെന്നറിയാമോ? അമേൻസ് പറഞ്ഞ ആണികളാൽ അടിച്ചത് നമ്മുടെ കൈകാലുകൾ കൊണ്ട് നമ്മൾ ചെയ്ത പാപ നിമിത്തമായിട്ട്. മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലായിട്ട് പടയാളികളിൽ ഒരുത്തൻ യേശുവിനെ വിലാപ്പുരത്ത് കുന്തം കൊണ്ട് കുത്തി. ആ കുത്തിയത് എന്തിനെന്നറിയാമോ? അമേൻസ് പറഞ്ഞ നമ്മളെ പലരും കുത്തിയപ്പോൾ അമേൻസ് നമ്മളെ തിരിച്ചു കുത്താതിരിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മളെ പലരും ഉപദ്രവിച്ചപ്പോൾ നമ്മൾ തിരിച്ചു ഉപദ്രവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട്. ഏറ്റവും ഒടുവിലായിട്ട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അമേൻ പറഞ്ഞ അവിടെ നിന്ന് വെള്ളവും രക്തവും പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ വെള്ളം വരുന്നത് എന്തോ പ്രത്യേകത എന്നറിയാമോ? ഏറ്റവും ഒടുവിലായിട്ട് ഒരു മനുഷ്യൻ ഏറ്റവും തകരുമ്പോൾ വരുന്നത് ആ വെള്ളം എന്ന് പറയുന്നത്. അമേൻ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ട്. വില കൊടുത്ത് ഒരു കർത്താവ് ചില മതിലുകളെ പൊളിച്ചുവെങ്കിൽ ഇന്ന് രാത്രിക്കാലം നമ്മുടെ അകത്തളങ്ങളിൽ അവന് വാഴുന്ന ചില മതിലുകൾ, നമ്മുടെ അകത്തളങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ചില മതിലുകൾക്ക് ഇന്ന് ഒരു മാറ്റം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, അമേൻ സ്വതന്ത്രം ക്രിസ്തുവിനെ ക്രൂശിനെ കുറിച്ച് ഓർക്കുമ്പോൾ അമേൻ സ്വതന്ത്രം ചെയ്യുന്നു അഭിമാനത്തോടൊപ്പം കണ്ണുകൂടെ നിറയണമെങ്കിൽ അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. എന്തിനാ കണ്ണ് നിറയുന്നത്? കർത്താവേ അമേൻ സ്വതന്ത്രം എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചത്, എനിക്ക് വേണ്ടി അങ്ങ് തകർന്നത്. ഒരു കാര്യം കൂടെ അവിടെ നിന്ന് പറഞ്ഞോട്ടെ. ഒരു മനുഷ്യൻ അദ്ദേഹം ഈ അമേൻ സ്വതന്ത്രം ചെയ്യുന്നു ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റത്തില്ല. കർത്താവ് ക്രൂശി കിടക്കുക. ആർക്കു വേണ്ടിയിട്ടാ? ആർക്കു വേണ്ടിയിട്ടാ? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് അമേൻ സ്വതന്ത്രം 2 ദിവസം നമ്മൾ അതിനകത്ത് വെളിച്ചമില്ലാതെ പൂട്ടിയിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ ശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം ചില കാര്യങ്ങൾ നമ്മളെ അമേൻ സ്വതന്ത്രം ചില മതിലുകളായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ശ്വാസത്തെ പോലും ബാധിക്കുന്ന, നമ്മുടെ ജീവിതത്തെ പോലും ബാധിക്കുന്ന ചില മതിലുകളെ ഇന്ന് പകൽക്കാലം പൊളിച്ചു കളയുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലോട്ട് ഇറങ്ങി വന്നുവെങ്കിൽ തൻ്റെ രക്തം കൊണ്ട് ക്രൂശിൽ സകല ശത്രുതകളെയും അമേൻ ക്രൂശിൽ സകല ബന്ധനങ്ങളെയും ക്രൂശിൽ സകല മേഖലകളെയും ഒഴിവാക്കിയെങ്കിൽ വായിക്കുന്ന വാക്യം ഇങ്ങനെ പറയുന്നത് ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ഇന്ന് ക്രൂശിന്മേൽ വെച്ച് നമ്മൾ ക്രൂശിൽ ഒന്നും കയറണ്ട. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശത്രുത്വം ഒന്ന് എടുത്ത് കളയാൻ പറ്റുമോ? എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് അവിടെ പോകണ്ടേ? എനിക്കറിയത്തില്ല. ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ദൈവാത്മാവിനോട് ഇടപെടുക. അമേൻസർ നമ്മൾ അവിടെ എത്തണം കേട്ടോ, അമേൻസർ നമ്മൾ അവിടെ കാണണം കേട്ടോ. നമ്മൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ജീവിതത്തിൽ അമേൻസർ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. അവിടെ എത്തിയില്ല എങ്കിൽ അമേൻസർ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഇല്ല എങ്കിൽ, ഇപ്പോഴും ചില ശത്രുതാ മനോഭാവത്തോടെ നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോഴും ചില വ്യക്തികളോട് മിണ്ടാതെ നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോഴും ചില പകയോടെ നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, അമേൻസർ ഇപ്പോഴും ചില അമേൻസർ ദ്വന്ദ്വശം അല്ലെങ്കിൽ അമേൻസർ ഭിന്നതയോടെ നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ദൈവാത്മാവ് ഇടപെടുക.
ഞാനത് ക്രൂശിൽ വെച്ച് അവസാനിപ്പിച്ചതാ. നിനക്ക് അമിത്സോ ക്രൂശിലോട്ടൊന്നും പോകണ്ട, ഹൃദയത്തിലൊന്ന് പറയാൻ പറ്റുമോ, ഇന്ന് പകൽക്കാലം അമിത്സോ രാത്രികാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, എൻ്റെ യേശുവപ്പ എൻ്റെ ജീവിതത്തിനകത്ത് ചില മതിലുകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്, അമിത്സോ ആ മതിലുകൾക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്നുള്ള ഒറ്റ വാക്ക് മതി കേട്ടോ. അതിനകത്താ ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ പരസ്യമായിട്ട് പറയണ്ട, നിങ്ങളത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട, നമുക്കതിന് മധ്യസ്ഥ പ്രാർത്ഥന വേണ്ട. നമ്മുടെ കർത്താവിനോട് അപ്പച്ചനോട് ഒന്ന് പറഞ്ഞാൽ മതി, അപ്പാ തെറ്റിപ്പോയി കേട്ടോ, കർത്താവ് ചില മതിലുകൾ ഞാൻ പണിതു കേട്ടോ, ആ മതിലുകൾ ഞാൻ തകർക്കുക കേട്ടോ. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും എൻ്റെ പ്രിയമുള്ളവരെ? അവിടെ കാണുവാൻ സാധിക്കുകയാ, കർത്താവ് അവൻ തകർന്നത് എന്തിനെന്നറിയാമോ? നമ്മൾ തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് വേദനിച്ചത് നമ്മൾ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് അവൻ ഒറ്റപ്പെട്ടത് നമ്മൾ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ നൽകിയത് നമ്മുടെ ജീവൻ അവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ലോകത്തിൻ്റെ വലിയ ദൗത്യം കർത്താവ് നമ്മളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ നിറം കൊണ്ടല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല, ചില മതിലുകളെ അവൻ തകർത്തത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് നമ്മളോട് കൃത്യമായിട്ട് ഇടപെടുക. അടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗങ്ങളോട് നമ്മൾ വരികയാണ്. സ്വന്തം ചെയ്യുന്നു, ആ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ചില കാര്യങ്ങളെ ചെയ്തതിന് ശേഷമായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്ന ചില മതിലുകളെക്കുറിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആദാമും ഹവ്വയും അവർ പാപം കൊണ്ട് ഒരു മതിൽ പണിതു. ആ മതിലിൻ്റെ പ്രത്യേകത, അവർ ദൈവത്തോടു കൂടെ നടക്കുന്നവരായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എല്ലാ ദിവസവും ദൈവവുമായിട്ട് അവർക്കൊരു ഈവനിങ് വാക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ സ്വന്തം ജീവിതത്തിനകത്ത് ചില പ്രത്യേകമായ വിഷയങ്ങൾ നിമിത്തമാണ് ദൈവത്തിൽ നിന്നുള്ള ആ കാര്യം അകന്നപ്പോൾ അവിടെ വന്ന ഒരു കാര്യം, അവർക്ക് ഭയമുണ്ടായി. അവർ നഗ്നരാണെന്ന് ചിന്തിച്ചു. ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞോട്ടെ, ആ രണ്ട് കാര്യത്തെ, ഈ നഗ്നരാണ് എന്ന് പറയുന്ന കാര്യം, ആ ഒരു കാര്യത്തിൽ നോഹയുടെ ഒരു ജീവിതത്തോട് ഞാൻ കണക്ട് ചെയ്തോട്ടെ. നോഹ നീതിമാനായിരുന്നു കേട്ടോ, പക്ഷേ 9-ാം അധ്യായത്തിൽ താൻ മുന്തിരിച്ച സ്വന്തം ചെയ്ത് ചാറ് കുടിച്ച് താൻ നഗ്നനായി കിടക്കുമ്പോൾ തൻ്റെ മകൻ വന്നിട്ട് എന്ത് ചെയ്തു? അപ്പൻ്റെ നഗ്നത അനാവൃതമാക്കിയതുപോലെ ഇന്നൊരു കാര്യം ഞാൻ തുറന്ന് ചോദിച്ചോട്ടെ, മറ്റാരുടെയെങ്കിലും നഗ്നത നമ്മൾ അനാവൃതമാക്കിയിട്ടുണ്ടോ? അത് നമ്മളിന്ന് കാണുന്ന നഗ്നതയെക്കുറിച്ചല്ല. മറ്റൊരാളുടെയും ജീവിതത്തിൽ നമ്മൾ മണ്ണ് വാരിയിട്ടിട്ടുണ്ടോ? മറ്റാരുടെയും ജീവിതത്തിൽ നമ്മൾ സ്വന്തം ചെയ്യുന്നു, അവരെ അടിച്ച് താഴ്ത്തിയിട്ടുണ്ടോ? നഗ്നരാക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തം ചെയ്യുന്നു, ആ കാര്യം എന്തോ കാണിക്കുന്നതെന്ന് അറിയാമോ? കർത്താവായ യേശു ക്രിസ്തു ആ നഗ്നത ക്രൂശിൽ വഹിച്ചു. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിന് വേണ്ടി ആളുകൾ ചീട്ടിട്ടു. മനസ്സിലാകാൻ പറ്റുന്നുണ്ടോ? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നഗ്നരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തല കുനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൂടുപട ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. ആദാമും ഹവ്വയും അവരുടെ ജീവിതത്തിനകത്ത് സുരഞ്ഞു ആ ഒരു പാപം വന്നപ്പോൾ അവരെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തി. രണ്ടാമത്തെ കാര്യം, കായീനും ഹാബേലും ആ പാപം വന്നപ്പോൾ അവരുടെ ബ്രദറിൽ നിന്ന് ബ്രദറിനെ വേർപെടുത്തി. ആദ്യത്തെ കാര്യം, ദൈവത്തിൽ നിന്ന് മനുഷ്യനെ വേർപെടുത്തി. രണ്ടാമത്തെ കാര്യം, സഹോദരനിൽ നിന്ന് സഹോദരനെ വേർപെടുത്തി. അന്ന് തൊട്ടാ കുടുംബത്തിനകത്ത് വിഷയങ്ങൾ വരാൻ തുടങ്ങിയത്. അന്ന് തൊട്ടാ ഈ എനിമിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ബ്രദേഴ്സ് എനിമിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വന്നത് അല്ലേ? അത് തലമുറയായി യാക്കോബിലും ഏശാവിലും വന്നു. അതിനുശേഷമായിട്ട് യാക്കോബിൻ്റെ മറ്റു പുത്രന്മാരിൽ വന്നു. അതിനുശേഷമായിട്ട് ഓരോ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ എനിമിറ്റി ഇന്നും വാണുകൊണ്ടിരിക്കുമ്പോൾ ആ പാരമ്പര്യത്തെ കർത്താവ് ക്രൂശിൽ തോൽപ്പിച്ചുവെങ്കിൽ ചില ശത്രുതാ മനോഭാവങ്ങൾ ദൈവാത്മാവ് കൃത്യമായിട്ട് ഇടപെടുക. രക്തബന്ധങ്ങൾ സംബന്ധിച്ച് കുടുംബത്തിൻ്റെ അകത്ത് ഏതെങ്കിലും വ്യക്തികളോടുള്ള ബന്ധത്തിൽ ചില സ്വന്തം ചെയ്യുന്നു വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് വിട്ടുകളയണമെന്ന് ദൈവാത്മാവ് ഇടപെടുക. വളരെ സുന്ദരമായൊരു വാക്യമുണ്ട്. നീ യാഗം കഴിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, നിനക്ക് എന്തേലും ഉണ്ടെന്നല്ല, നിന്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നി നീ എന്ത് ചെയ്യണം? യാഗം കഴിക്കാൻ പോകല്ലേ. നമ്മൾ ക്രമീകരിക്കേണ്ട കാര്യം ക്രമീകരിക്കുന്ന രാത്രികാലമായിട്ട് ഈ രാത്രികാലം മാറണം. രക്തബന്ധത്തിനകത്ത് എനിക്കറിയത്തില്ല, ദൈവാത്മാ കൃത്യമായിട്ട് ഇടപെടുക. രക്തബന്ധങ്ങളോട്, നമ്മുടെ കുടുംബ ബന്ധങ്ങളോട് ഏതെങ്കിലും മേഖലയുടെ അകത്ത് സ്വന്തം ചെയ്യുന്നു ആ ഒരു കാര്യത്തെ സ്വന്തം ചെയ്യുന്നു ഒരു എനിമിറ്റി ഉണ്ടായിരുന്നു. യാക്കോബും ഏശാവും തമ്മിലൊരു എനിമിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഈ യാക്കോബ് സ്വന്തം ചെയ്യുന്നു ആ യാബോക്കിൻ്റെ കടവിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. പ്രാർത്ഥിക്കുന്ന എന്തിനാ? ഏശാവ് 400 പേരുമായിട്ട് തന്നെ കൊല്ലാൻ വരിക. ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുക, കർത്താവ് അത് ഓവർകം ചെയ്യാൻ പറ്റണം. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു സുന്ദരമായ വാക്കുണ്ട്, കൊല്ലാൻ വരുന്നവനെ മുഖത്ത് നോക്കി പറയുക, അല്ല യജമാനനെ, അങ്ങയുടെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ തോന്നുമെന്ന് പറയാൻ പറ്റുമോ? കൊല്ലാൻ വരുന്നവനെ നോക്കി പറയുക, നിന്റെ മുഖം ഒരു ദൈവദൂതനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ തകർക്കുന്ന, നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങളെ നോക്കി പറയാൻ പറ്റുമോ? സഹോദര സഹോദരി, നിന്റെ മുഖം ഒരു ദൈവദൂതന്റെ പോലെയാണ്. നമ്മൾ വേറെ പല വാക്കുകളോട് പറയും അല്ലേ? ദൈവദൂതാണെന്ന് നമ്മൾ പറയത്തില്ല. നമ്മൾ എന്നാ പറയും? നമ്മൾ
നമ്മുടെ മനസ്സിൽ വെച്ചേക്കുന്ന ചില വാക്കുകൾ നമ്മൾ പറയും. പക്ഷേ യാക്കോബ് നമ്മൾ പഠിപ്പിക്കുക ചില എനിമിറ്റികൾ മാറണം കേട്ടോ. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷമായിട്ട് ആദ്യത്തെ കാര്യം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി. രണ്ടാമത്തെ കാര്യം അത് അമേൻ പറഞ്ഞു സഹോദരനിൽ നിന്ന് സഹോദരനെ അകറ്റി. മൂന്നാമത്തെ കാര്യം ബാബേൽ മതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. അവിടെ പാപം നിമിത്തമായിട്ട് അവർ ദൈവത്തേക്കാൾ വളരണമെന്ന് ചിന്തിച്ചു. ഏതെങ്കിലും മതിൽ ഉയർന്നു നിൽക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തേക്കാൾ വലുതാ, ഞാൻ ദൈവത്തേക്കാൾ വലിയ സംഭവം എന്നൊരു ചിന്ത അവൻ ബാബേൽ ഉണ്ടാക്കിയപ്പോൾ, ആ ഗോപുരം ഉണ്ടാക്കിയവർക്ക് ഒറ്റ ചിന്തയുള്ളൂ, അവർക്കൊരു പേര് ഉണ്ടാക്കണം. ആ ഒരു വാക്യം അവിടെ വളരെ അമൻസ്വരം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ തങ്ങൾക്ക് തന്നെ ഒരു പേര് ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മൾ പേരുണ്ടാക്കാൻ നോക്കുന്നുണ്ടോ? സുവിശേഷ നിമിത്തമായിട്ട് നമ്മൾ പേരുണ്ടാക്കുന്നുണ്ടോ? ചില കാര്യങ്ങൾ നിമിത്തമായിട്ട് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ നമ്മൾ നോക്കുന്നുണ്ടോ? എന്നാൽ അതൊക്കെ ക്രിസ്തുവിൻ്റെ ദാനമാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കസേരകൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പൊസിഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും മേഖലകളിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് തന്നെ ഒരു പേര് ഉണ്ടാക്കുക. ആ വാക്യം ഇങ്ങനെ പറയുന്നത്, കം ലെറ്റ് us build for ourselves a city. എന്നിട്ട് പറയുക, ലെറ്റ് us make a name for ourselves. നമുക്ക് ഒരു പേരുണ്ടാക്കുക. ആത്മീയ ലോകത്തിൽ അതാന്നേ. അതിനെ തുറന്ന് പറയുന്നതിൽ പ്രിയമുള്ളവർ വേദനിക്കരുത്. സ്വന്തം പേരുണ്ടാക്കുക, സ്വന്തം പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുക, സ്വന്തം കാര്യങ്ങൾ ഉണ്ടാക്കുക. ക്രിസ്തു എവിടെയാ പ്രിയമുള്ളവരെ? ക്രിസ്തു എവിടെയാ പ്രിയമുള്ളവരെ? ക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത ഒരു വിഷയത്തിൻ്റെ അകത്തും ആമേൻ പറയാൻ നിൽക്കരുത്. ക്രിസ്തു ഉയരാത്ത ഒരു മീറ്റിങ്ങിനകത്തും നമ്മൾ അമേൻ സ്വരം ചെയ്യുന്നു ഹല്ലേലൂയ പറയാൻ നിൽക്കരുത്. ക്രിസ്തുവിനെ ഉയർത്താത്ത ഒരു പ്രസംഗങ്ങളും നമ്മുടെ അമേൻ സ്വരം ചെവിയുടെ അകത്ത് കർണരസമാകുവാനിടയാകരുത്. ക്രിസ്തുവില്ലാത്ത വേദികളായിന്ന്, ക്രിസ്തുവില്ലാത്ത ജീവിതങ്ങളായിന്ന്. പക്ഷേ അതിൻ്റെ അകത്ത് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. അതിൻ്റെ അകത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അമേൻ സ്വോത്രിച്ചു നമ്മൾ വായിച്ച അമേൻ ഏറ്റവും ഒടുവിൽ കാണുന്ന കാര്യം, യഹൂദരും ജാതികളും തമ്മിലുള്ള ഒരു മതിലുണ്ടായി. ഇന്ന് നമ്മുടെ ഇടയിൽ എത്ര മതിലുകൾ കിടക്കുന്നുണ്ട്? അടുത്തൊരു കാര്യം, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ ഒരു കാര്യങ്ങൾ അമേൻ ഇന്ന് പല റിലീജിയനായിട്ട് അമേൻ ഇന്ന് ഹിന്ദു എന്നും മുസൽമാൻ എന്നും ക്രിസ്ത്യാനി എന്നും അമേൻ ആ ഒരു ഇത് റിലീജിയൻസിൻ്റെ ബേസിൽ അമേൻ ഈ ഒരു രീതിയിൽ അമേൻ വാൾസ് ഉണ്ടാകുന്നു. സമ്പന്നനെന്നും സാധാരണക്കാരനും എന്നുള്ള അമേൻ ആ ഒരു മേഖല ഉണ്ടാകുന്നു. അതുപോലെ എത്ര മതിലുകളാണ് ഇന്ന് നമ്മുടെ ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അമേൻ ഈ ഒരു കാര്യങ്ങളെല്ലാം അമേൻ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊന്ന് പറയുവാൻ സാധിക്കുമോ? അമേൻ അതിനുശേഷമായിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ആ മതിലുകൾ പണിയാൻ വേണ്ടിയിട്ടല്ല, ചില മതിലുകൾ പൊളിക്കണം. അമേൻ സ്വരം ചെയ്യുന്നു. എത്ര പേർക്ക് അമേൻ സ്വരം പറയുവാൻ സാധിക്കും, ചില മതിലുകളെ ഞാൻ പൊളിക്കുവാൻ തയ്യാറായെന്ന്? ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തോട്ട് നമ്മൾ വരുന്ന സമയത്ത് ദൈവാത്മാവ് നമ്മളോട് ഇടപെടുക, ചില മതിലുകൾ നമ്മളിൽ നിന്ന് പൊളിയണം, ചില മതിലുകൾ നമ്മൾ പണിയുകയും വേണം കേട്ടോ. അമേൻ സ്വരം നെഹമ്യാവ് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. നെഹമ്യാവ് കേൾക്കുക, യെരൂശലേമിന്റെ മതിൽ പൊളിഞ്ഞു കടന്നു എന്ന് ആ മനുഷ്യൻ കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കരഞ്ഞു കേട്ടോ. ചില മതിലുകൾ പൊളിഞ്ഞു പോയിട്ടില്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ കുടുംബത്തിനകത്ത് ചില മതിലുകൾ പൊളിഞ്ഞിട്ടില്ലേ? നമ്മുടെ ബന്ധങ്ങളിൽ ചില മതിലുകൾ പൊളിഞ്ഞിട്ടില്ലേ? നമ്മുടെ ഇടപാടുകളിൽ ചില മതിലുകൾ പൊളിഞ്ഞിട്ടില്ലേ? എന്നാൽ ദൈവാത്മാവ് ഇടപെടുക കേട്ടോ. അമേൻ സ്വോത്രം ചെന്ന് ചിലത് പണിയണം, ചിലത് പൊളിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിന് ഉത്തരം എൻ്റെ പ്രിയമുള്ളവർ നൽകാമോ? പൊളിക്കാനാണോ പണിയാനാണോ എളുപ്പം? പൊളിക്കാനാണോ പണിയാനാണോ എളുപ്പം? ഒന്ന് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റൂ. പൊളിക്കാനാണോ പണിയാനാണോ എളുപ്പം? എന്തോ എളുപ്പം? എളുപ്പം എന്തുവാ? പൊളിക്കാൻ. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ചില മതിലുകൾ ഇന്ന് പൊളിക്കാൻ പറ്റുമോ? നമ്മളുണ്ടാക്കിയ ചില മതിലുകളെ പൊളിക്കാൻ പറ്റുമോ? എന്നിട്ട് ദൈവത്തോട് പറ, കർത്താവേ ഒന്ന് പണിയണമേ. എന്നിട്ട് കർത്താവിനോട് പറ. അമേൻ സ്വോത്രം ചെയ്യുന്നു. അതാണ് മണലിന്മേൽ വീട് പണിതതും പാറമേൽ വീട് പണിതതുമായ രണ്ട് മനുഷ്യരെ കുറിച്ച് പറയുന്നത്. ഒന്ന് അടിസ്ഥാനം ക്രിസ്തുവിലായ മനുഷ്യൻ, ഒന്ന് അടിസ്ഥാനം ലോകത്തിലായ മനുഷ്യൻ. അമേൻ സ്വോത്രം ചെയ്യുന്നു. അവൻ മണലിന്മേൽ വീട് പണിതു, എന്നാൽ അവൻ കാറ്റടിച്ചു, തിരമാലകൾ വന്നു, അത് മുങ്ങിപ്പോയി. എന്നാൽ പാറമേൽ അടിസ്ഥാനമുള്ള മനുഷ്യൻ അത് വീണ് പോയില്ല എങ്കിൽ ഈ പകൽക്കാലം പറ, കർത്താവ് എൻ്റെ അടിസ്ഥാനത്തെ അങ്ങ് ഉറപ്പിക്കണമേ. അങ്ങ് പൊളിക്കേണ്ട മേഖലകളെ, എൻ്റെ നികളത്തെ നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ അവസാന ഭാഗങ്ങളോട്ട് വരികയാണ്. കർത്താവെ ഞാനായിട്ട് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചില മേഖലകളുണ്ട്, ഞാനായിട്ട് സ്വന്തം ചെയ്യുന്നു ആക്കി വെച്ചിരിക്കുന്ന ചില മതിലുകളുണ്ട്. ആ മതിലുകൾ ഇന്ന് പകൽക്കാലം ഒന്ന് പൊടിയണമേ. സ്വന്തം ചെയ്യുന്നു. ഒന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. കർത്താവെ എൻ്റെ രീതിയിൽ ഞാനായിട്ട്, അത് നമ്മുടെ ചില മതിലുകൾ അങ്ങനെയാ, നമ്മുടെ പദ്ധതികൾ, നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, ആ മതിലുകളൊക്കെ പൊളിയുമ്പോൾ കർത്താവ് എൻ്റെ വിചാരമല്ല കുഞ്ഞെ, നിങ്ങളുടെ വിചാരമല്ല കുഞ്ഞെ എൻ്റെ വിചാരം, അത് ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെയാണ്.
അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കും. അത് തന്നെയാണ് 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യം. അത് അമേൻസ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുക. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി അവിടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. അമേൻസ് ഈ വാക്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഞാനൊന്ന് വളരെ വേഗത്തിലൊന്ന് ഓടിച്ചു പറയട്ടെ. അമേൻസ് ആ മതിലുകളിലൂടെ ദൈവം നമുക്ക് അമേൻസ് പറഞ്ഞു തന്ന 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കർത്താവ് നമുക്കൊരു സമാധാനത്തെ നൽകി. ഒന്നാമത്തെ കാര്യം, കർത്താവ് നമുക്കൊരു സമാധാനത്തെ നൽകി. ചില മതിലുകൾ മാറുമ്പോൾ നമുക്ക് സമാധാനമുണ്ടാകും. രണ്ടാമത്തെ കാര്യം, കർത്താവ് നമുക്കൊരു ഐക്യത നൽകി. ചില മതിലുകൾ മാറുമ്പോൾ ചില ഐക്യതകൾ ഉണ്ടാകും. അടുത്ത കാര്യം, അമേൻ സ്തോത്രം ചെയ്യുന്നു, കർത്താവ് നമുക്കൊരു റിക്കൺസിലിയേഷൻ നൽകി. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ചിലതിനെ പുനഃസ്ഥാപിച്ചു. 3 കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. ഒന്ന്, കർത്താവ് നമുക്കൊരു സമാധാനത്തെ നൽകി. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു യൂണിറ്റി ഉണ്ടായി. നമ്മൾ ഇടയിൽ ഉണ്ടാക്കിയിരുന്ന ചില മതിലുകൾ മാറുമ്പോൾ നമുക്കൊരു ഐക്യതയുണ്ടാകും. അവിടെ ക്രിസ്തുവാകുന്ന ശരീരമായിട്ട് നമ്മൾ മാറും. ആ സഭയോട് നമ്മൾ യോജിച്ച് വരും. അതുകൊണ്ട് തന്നെ കർത്തൃമേശ സമയത്ത് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, അമേൻ സ്തോത്രം ചെയ്യുന്നു, ഇതിൽ നിന്ന് കഴിക്കുന്ന എല്ലാവരും ഒരു ശരീരത്തിൻ്റെ അംശികളാണ്. അമേൻ സ്തോത്രം ചെയ്യുന്നു, ഐക്യത ഉണ്ടാകുന്നു. അടുത്തൊരു കാര്യം, അവിടെ ഒരു പുനഃസ്ഥാപനം ഉണ്ടാകുന്നു. 4-ാമത്തെ കാര്യം, ഒരു പുതിയ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നു. ചില മതിലുകൾ മാറുമ്പോൾ നമുക്ക് ദൈവം ചില പുതിയ ഐഡൻറ്റിറ്റികൾ നൽകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ ഒരു പുതിയ ഐഡൻറ്റിറ്റി എനിക്ക് കിട്ടണമെന്നൊരു രീതിയിൽ? അമേൻ സ്തുതിക്കുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ അമേൻ സ്തുതിക്കുന്ന അവസാന വാക്യങ്ങളോട് നമ്മൾ വരുന്ന സമയത്ത് അതിൻ്റെ 17-ാമത്തെ വാക്യം തൊട്ടിട്ട് 19-ാമത്തെ വാക്യം വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യം എന്നറിയാമോ? അവിടെ നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ഒരു വീട് പണിയുകയാണ്. 17 തൊട്ട് 19 വരെ വായിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുക, ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അടുത്ത വാക്ക്, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവെങ്കിലേക്ക് പ്രവേശനമുണ്ട്. അതൊരു കവാടമാണ്. അമേൻ സ്തോത്രം. ആ ഒരു കാര്യത്തെ ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത് നമുക്ക്. അമേൻ സ്തോത്രം. അതിൽ 17-ാമത്തെ വാക്യത്തിൽ പറയുക, ദൂരസ്ഥരായിരുന്ന നമ്മളെ അവൻ എന്ത് ചെയ്തു? അടുത്തോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പറയുക, അവൻ നമുക്കൊരു പ്രവേശനം നൽകി. ഞാൻ ആ ഒരു ഭാഗ്യത്തെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അമേൻ സ്തോത്രം. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അമേൻ സ്തോത്രം. എന്നാണെന്നറിയാമോ? അമേൻ സ്തോത്രം. അതിൻ്റെ അമേൻ സ്തോത്രം ആ ഒരു ലാസ്റ്റ് ഭാഗങ്ങളിലോട്ട് വരുന്ന സമയത്ത് അമേൻ ആ ഒരു ഭാഗത്തെ ചേർത്ത് പിടിച്ച് ഒന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലൂടെ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗങ്ങളിലോട്ട് നമ്മൾ വരികയാണല്ലോ. അമേൻ സ്തോത്രം. 19-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ ഞാൻ അങ്ങയുടെ ഭവനത്തിലെ അംഗമാണ്? അമേൻ സ്തോത്രം. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ ഭവനത്തിലാണ്? അമേൻ സ്തോത്രം. ക്രിസ്തുവിൻ്റെ ഭവനത്തിലാകുമ്പോൾ അമേൻ സ്തോത്രം അവിടെ പൗലോസ് ഉണ്ടാകുമെന്നേ, അവിടെ ദാനിയേൽ ഉണ്ടാകുമെന്നേ, അവിടെ അബ്രഹാം ഉണ്ടാകുമെന്നേ, അവിടെ നമ്മുടെ അമേൻ സ്തോത്രം പിതാക്കന്മാരുണ്ടാകുമെന്നേ, അവിടെ നമ്മുടെ മാതാക്കൾ ഉണ്ടാകുമെന്നേ, നമ്മളൊരു കുടുംബമായിട്ട് അവിടെ വാഴുമെന്നേ. അമേൻ സ്തോത്രം ചെയ്യുന്നു. അമേൻ ഒരു കാലഘട്ടത്തിൽ സ്ട്രേഞ്ചറായിരുന്ന നമ്മളെ, അമേൻ സ്തോത്രം ചെയ്യുന്നു, പരദേശികളായിരുന്ന നമ്മളെ അമേൻ സ്തോത്രം ചെയ്യുന്നു അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ട് പറയുക. അമേൻ 19-ാമത്തെ വാക്യത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയുക, ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ഇന്ന് നമ്മൾ പറയത്തില്ലേ, ഞാൻ ഇന്ന ഭവനത്തിലുള്ളതാന്ന് നമ്മൾ പറയുമ്പോൾ ഭയങ്കര അഭിമാനം കൊള്ളാറില്ലേ? എന്നാൽ ഇന്ന് പറയാൻ പറ്റണം, ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിലുള്ളതാ. ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിലുള്ളതാ. എൻ്റെ യേശുവപ്പായ എൻ്റെ ഭവനത്തിൻ്റെ തലവൻ, എൻ്റെ യേശുവപ്പായ എൻ്റെ ഗൃഹത്തിൻ്റെ നായകൻ. പല കുടുംബത്തിൻ്റെ മുന്നിലും പല വീടുകളുടെ മുന്നിലും നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്തുവാ? യേശു ക്രിസ്തു ഈ വീടിൻ്റെ ഗൃഹനായകൻ. കാര്യം വരെ അവിടെ നടത്തുന്നത് ഗൃഹനായകൻ എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് അവിടെ കൺട്രോൾ ആരാ ചെയ്യുന്നത്? അവിടെയുള്ള അമ്മാമയും അവിടെയുള്ള അച്ചായനും ആണോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ പോകുന്നത്? കൺട്രോള് ഇന്ന് പകൽക്കണമെന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? കർത്താവെ കൺട്രോളൊന്ന് ഏറ്റെടുക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോവുക. അവിടെ പറയുക, നിങ്ങൾ ക്രിസ്തുവിൻ്റെ അമേൻ സ്തോത്രം ചെയ്യുന്നു കുടുംബക്കാരാ. അമേൻ സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യമുണ്ട്. അമേൻ സ്തോത്രം ചെയ്യുന്നു അവിടെ ദൈവത്തിൻ്റെ അമേൻ സ്തോത്രം ചെയ്യുന്നു ആ സിറ്റിസൺസിലൂടെ നമ്മൾ കടന്നു വരുന്ന സമയത്ത് കാണുവാൻ സാധിക്കുന്നത് ആ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ കാണുവാൻ സാധിക്കുന്ന ആ കാര്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമുക്ക് പുതിയൊരു ഐഡൻറ്റിറ്റി കിട്ടും. അതിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, നമുക്കൊരു പുതിയ ഐഡൻറ്റിറ്റി കിട്ടും, നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ അമേൻ സ്തോത്രം ചെയ്യുന്നു നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ പല ആളുകൾ നിൽക്കുന്ന ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പ്രിയമുള്ള എനിക്ക് നൽകണം. എന്നാന്ന് വെച്ചാൽ, നമ്മൾ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മളെ അങ്ങ് ചുമ്മാ കയറി അടിച്ചാൽ അവിടെയുള്ള രാജ്യത്തിൻ്റെ ആ ഭരണാധികാരി ചുമ്മാ ഇരിക്കൂ? നമ്മൾ തെറ്റ് ചെയ്യാതെ ഒരു വ്യക്തി വന്ന് നമ്മളെ അടിച്ചാൽ അവിടെയുള്ള ഭരണാധികാരി എന്ത് ചെയ്യും?
എന്ത് ചെയ്യും പ്രിയമുള്ളവരെ? അദ്ദേഹം എന്ത് ചെയ്യും? പ്രതികരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്തുവാ പ്രൊട്ടക്ഷൻ? നമ്മൾ ക്രിസ്തുവിൻ്റെ ഭവനത്തിലുള്ളവരാ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരിക്കൽ ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ ചെയ്യുന്ന ഒരു അധിപതിക്ക് നമ്മൾ വളരെ ചെയ്യുന്ന ബഹുമാനം കൊടുക്കുന്നുവെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ എത്രമാത്രം ബഹുമാനം കൊടുക്കണം. അങ്ങനെ ബഹുമാനം കൊടുക്കുന്ന തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് തന്നെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, കർത്താവ് തന്നെ അതിശയകരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്: നമ്മളെ ഒന്നിനെ പോലും തൊടാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നമുക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷനാണ് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ പ്രൊട്ടക്ഷനാണ് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അടുത്തൊരു കാര്യം, നമുക്ക് റൈറ്റ് ഉണ്ട്. നമ്മളൊരു കുടുംബത്തിലാകുമ്പോൾ നമുക്ക് റൈറ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് അവകാശമുണ്ടെന്ന് അമേൻ സ്തോത്രം ചെയ്യുന്നു. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. പറയാൻ പറ്റുമോ? കർത്താവെ, മക്കളാണ്, അതുകൊണ്ട് അവകാശമുണ്ട്. അമേൻ സ്തോത്രം. ചില അവകാശങ്ങൾ നമുക്ക് തേടിയെടുക്കേണ്ടതായിട്ടുണ്ട്, ചില അവകാശങ്ങൾ നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. അമേൻ സ്തോത്രം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ഭവനത്തിലാകുമ്പോൾ: ഒന്ന്, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നു, നമുക്കൊരു സംരക്ഷണം ഉണ്ടാകുന്നു, നമുക്ക് ചില റൈറ്റുകൾ ഉണ്ടാകുന്നു. മൂന്നാമത്തെ കാര്യം, നമുക്കൊരു ഇൻഹെറിറ്റൻസ് ഉണ്ട്, നമുക്ക് അമേൻ സ്തോത്രം ചെയ്യുന്ന ഒരു ഭവനമുണ്ട്, നമുക്ക് വേണ്ടി ചില അവകാശങ്ങളുണ്ട്. മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? അമേൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഭവനമില്ലാത്തവരാണോ താങ്കൾ? കാറില്ലാത്തവരാണോ താങ്കൾ? താങ്കൾക്ക് കാറ് തരുമെന്നോ താങ്കൾക്ക് ഭവനം തരുമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷേ കർത്താവ് നമുക്കൊരു ഭവനം തരും കേട്ടോ. കർത്താവ് നമുക്കൊരു ഭവനം തരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായ ഭവനം, ആരും അമേൻ സ്തോത്രം കൈകൊണ്ട് പണിയാത്ത ഭവനം, അമേൻ നമ്മൾ കാണാത്ത ഭവനം, നിത്യമായ ഭവനം, അമേൻ സ്തോത്രം ചെയ്യുന്ന ഫലവൃക്ഷങ്ങളുള്ള ഭവനം, അമേൻ സ്തോത്രം ചെയ്യുന്നു ഓരോ സീസണിനകത്തും അമേൻ ഫലങ്ങൾ ഉണ്ടാകുന്ന ഭവനം. ആ ഭവനം കർത്താവ് ഇന്ന് നൽകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഭവനമില്ലാത്ത ഏതെങ്കിലും പ്രിയമുള്ളവരുണ്ടെങ്കിൽ ആ ഭവനം ഇന്ന് രാത്രിക്കാലം ഉറപ്പാക്കണം. എൻ്റെ യേശു കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലോട്ട് ഞാൻ കടക്കുവാൻ തയ്യാറാ. അമേൻ സ്തോത്രം. അതിൻ്റെ അവസാന ഭാഗത്തോട്ട് കടന്നു വരുന്ന സമയത്ത് അമേൻ സ്തോത്രം കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാ. അമേൻ സ്തോത്രം. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അമേൻ സ്തോത്രം ഞാൻ അതിൻ്റെ ഭാഗങ്ങളോട് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാ. ദൈവത്തിൻ്റെ ഭവനത്തിലാകുന്ന സമയത്ത് നമുക്ക് സ്നേഹം ലഭിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം, ഞാൻ അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ ഭവനത്തിലാകുമ്പോൾ നമുക്ക് സ്നേഹം ലഭിക്കും, നമുക്ക് പല പ്രൊവിഷൻസും ലഭിക്കും. അതുപോലെ നമുക്ക് അമേൻ സ്തോത്രം ആരൊക്കെയോ ഉണ്ട് എന്നൊരു ചിന്ത വരും. ഇന്ന് നമ്മൾ ഒരൊറ്റ കുടുംബമാണ് എന്നൊരു ചിന്ത വരുന്ന സമയത്ത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴോട്ടേക്ക് വായിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ 20ാമത്തെ വാക്യത്തിൽ പറഞ്ഞു: ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അടുത്ത വാക്ക്, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അമേൻ സ്തോത്രം. ശ്രദ്ധിച്ചോ? അമേൻ സ്തോത്രം. അമേൻ സ്തോത്രം. കർത്താവിൽ ഒരു മന്ദിരമായിട്ട് മാറുവാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഇതിനകത്ത് ഇരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ അമേൻ സ്തോത്രം ചെയ്യുന്നു, ഞാൻ അങ്ങയുടെ കുടുംബത്തിലാകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, ഞാൻ അമേൻ ഈ കുടുംബത്തിലാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് എത്ര പേർക്ക് അമേൻ ആയിരിക്കുവാൻ സാധിക്കും? അമേൻ സ്തോത്രം ചെയ്യുന്നു. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അമേൻ അതിൻ്റെ അടുത്ത വാക്യങ്ങൾ നമ്മുടെ അമേൻ 3-ാമത്തെ അധ്യായത്തിൻ്റെ കൂടെ ചേർത്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ സമയത്ത് അതിൻ്റെ 19 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ പഠിച്ചൊരു കാര്യം ഇങ്ങനെയാണ്. എന്നാണെന്നറിയാമോ? ക്രിസ്തുവിൽ നമ്മൾ അമേൻ ദൂരസ്ഥരായിരുന്നു ഒരു കാലഘട്ടത്തിൽ, പക്ഷെ ഇന്ന് നമ്മൾ സമീപസ്ഥരാ. ക്രിസ്തുവിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് പ്രിയമുള്ളവരെ. അതിനുശേഷമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അമേൻ സ്തോത്രം, നമുക്കൊരു റൈറ്റ് ഉണ്ട്, നമുക്കൊരു പ്രൊവിഷൻ ഉണ്ട്. ഈ രാത്രിക്കാലം നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. അവൻ കർത്താവിൻ്റെ സന്നിധിയിലൂടെ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ പോകുകയാണ്. ജീവിതത്തിൻ്റെ ചില പ്രത്യേകമായ മേഖലകളുടെ അകത്ത് നമ്മൾ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോഴും ഇന്ന് അമേൻ സ്തോത്രം ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അമേൻ സ്തോത്രം ചെയ്യുന്ന ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. നഷ്ടപ്പെട്ട നമ്മളെ അമേൻ ആ ഫോറസ്റ്റിൻ്റെ അകത്ത് അകപ്പെട്ടിരുന്ന നമ്മളെ ആ കർത്താവ് വീണ്ടെടുത്തതുപോലെ ഈ രാത്രിക്കാലം ദൈവാത്മാവ് ഇടപെടുകയാണ്. അവൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അപ്പ അങ്ങയുടെ കരങ്ങളിലോട്ട് ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവേ, വലിയ വേദനകളിലൂടെ, വലിയ പ്രയാസങ്ങളിലൂടെ, വലിയ ഒറ്റപ്പെടലിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നു പോയപ്പോഴും കർത്താവ് ഈ രാത്രിക്കാലം ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ ചില മതിലുകളെ പൊളിച്ചുവെങ്കിൽ ഇന്ന് കർത്താവേ അവൻ ചില മതിലുകൾ, അവൻ ചില ശത്രുതയുടെ മതിലുകൾ, ചില സമാധാനമില്ലാത്തതിൻ്റെ മതിലുകൾ, ചില അസമാധാനത്തിൻ്റെ മതിലുകൾ, സന്തോഷമില്ലാത്തതിൻ്റെ മതിലുകൾ, ചില പകയുടെ മതിലുകൾ, ചില ഭിന്നതയുടെ മതിലുകൾ, ചില അവൻ വേദനയുടെ മതിലുകൾ, ആ മതിലുകൾ ഇന്ന് രാത്രികാലം യേശുവിൻ്റെ അധികാരമുള്ള
നാമത്തിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ മാറണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൂരസ്ഥരായിരുന്ന ഞങ്ങളെ സമീപസ്ഥരായി ചേർത്ത് പിടിച്ച ദൈവസ്നേഹത്തിന് മുമ്പാകെ കർത്താവേ, ലോകത്തിന് അനുരൂപമാകാതെ ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങൾക്ക് പുതിയൊരു ഐഡന്റിറ്റി നൽകിയ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവനാമം മഹത്വം ഉയർന്നാട്ടെ. കർത്താവേ അപ്പ, അമ്മേൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ, അങ്ങ് ഞങ്ങളെ അമ്മേൻ സ്തോത്രം ചെയ്യുന്നു ചേർത്തില്ലായിരുന്നെങ്കിൽ, അങ്ങ് ഞങ്ങളെ ദത്തെടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളും ആ ലോകത്തിന് അനുരൂപമായിട്ട് മാറിയേനെ. കർത്താവേ, ഞങ്ങൾക്കൊരു നിത്യത ഉണ്ടാകത്തില്ലായിരുന്നു, ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടാകത്തില്ലായിരുന്നു. കർത്താവേശ്വരം, ഭവനമില്ലാതെ ഇരുന്ന ഞങ്ങളെ അങ്ങയുടെ ഭവനത്തിൽ ഞങ്ങളെ ആക്കിയത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല, ഞങ്ങളുടെ കർത്താവ് എഡ്യൂക്കേഷൻ കൊണ്ടല്ല, ഞങ്ങളുടെ മഹിമ കൊണ്ടല്ല, അങ്ങയുടെ ദാനം കൊണ്ട്, അങ്ങയുടെ കൃപ കൊണ്ട്. അങ്ങനെയിൽ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അമേശ്വരം ആ ഭവനം ഒരുക്കിയതിനായി നന്ദിയോട് സ്തുതിക്കുകയാണ്. ആ ഭവനത്തിനകത്തോട്ട് കർത്താവിനെ കാണുവാൻ വേണ്ടി പ്രവേശിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. ദൈവനാമം മഹത്വം ഉയർന്നാട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് ചില മതിലുകൾ മാറട്ടെ, ഇന്ന് ചില വേദനകൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം അമേശ്വരം ഭവനമില്ലാത്ത നമുക്കൊരു ഭവനം ദൈവം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മാറാനാഥ.